Welcome to KAS Economics Hub, deciphering economics for competitive exams. Next is history of banking. So, ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ബാങ്കിന്റെ ഒരു ടൈം ലൈൻ ആണ്. ആദ്യകാല ബാങ്ക് മുതൽ റീസെന്റ് ഉണ്ട ചേഞ്ചസ് വരെ അതിലേക്കാണ് നമ്മൾ ഡിസ്കഷൻ പോകുന്നത്. സോ ഇന്ത്യയിലെ ബാങ്കിങ് ഹിസ്റ്ററി അല്ലെങ്കിൽ മോഡേൺ ബാങ്ക് ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത് 18th സെഞ്ചുറി മുതലാണ്. സോ 18ാം നൂറ്റാണ്ട് മുതലാണ് ഇന്ത്യയിലെ മോഡേൺ ബാങ്കിങ് സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നത്. ആൻഡ് യു ക്യാൻ സി the beginning of Indian banking history was done with the formation of Bank of Hindustan. So Bank of Hindustande രൂപീകരണം മുതലാണ് അല്ലെങ്കിൽ അതിന്റെ ഫോർമേഷൻ മുതലാണ് ഇന്ത്യയിലെ മോഡേൺ ബാങ്ക് ചരിത്രം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ in 1770 the first modern bank in India was established, that is Bank of Hindustan, and this was established by an English agency, House of Alexander and Company. അതാണ് ഹൗസ് ഓഫ് അലക്സാണ്ടർ ആൻഡ് കോ എന്ന് എഴുതിയിരിക്കുന്നത്. സോ ഒരു ഇംഗ്ലീഷ് ഏജൻസി ആയിട്ടുള്ള ഹൗസ് ഓഫ് അലക്സാണ്ടർ ആൻഡ് കമ്പനിയാണ് ഈ ഒരു ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഡ്യൂറിങ് 1770. പക്ഷേ വിത്തിൻ ഫ്യൂ ഇയേഴ്സ്, ഒരു 60 years കഴിയുമ്പോൾ നമ്മുടെ ഈ ബാങ്ക് ഫെയിലായി. 1832 ആയപ്പോൾ ഈ ബാങ്ക് ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നീട് 1786 ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നൊരു ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതും ബ്രിട്ടീഷേഴ്സ് ആണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. പക്ഷെ ആ ബാങ്ക് എന്താ കുറച്ച് കഴിയുമ്പോൾ പരാജയപ്പെട്ടു. 1791 പരാജയപ്പെട്ടു. ആൻഡ് പിന്നെ നടക്കുന്ന ഒരു മേജർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ദ ഫോർമേഷൻ ഓഫ് പ്രസിഡൻസി ബാങ്ക് ആണ്. സോ പ്രസിഡൻസി ബാങ്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബ്രിട്ടീഷ് ഭരണം പ്രധാനമായിട്ടും 3 ഏരിയകളാണ് കേന്ദ്രീകരിക്കുന്നത്: ബോംബെ, ബംഗാൾ ആൻഡ് മദ്രാസ്. ആൻഡ് ഈ 3 ഏരിയയിലാണ് പ്രസിഡൻസി ബാങ്കുകൾ, ബ്രിട്ടീഷ് പ്രസിഡൻസികളിൽ പ്രസിഡൻസി ബാങ്കുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ആൻഡ് യു ക്യാൻ സി ബാങ്ക് ഓഫ് ബംഗാൾ വാസ് ഫോംഡ് ഓൺ 1806, then ബാങ്ക് ഓഫ് ബോംബെ ഓൺ 1840, then ബാങ്ക് ഓഫ് മദ്രാസ് ഇൻ 1843. എന്നാൽ പിൽക്കാലത്ത് ഈ പ്രസിഡൻസി ബാങ്കുകൾ ഒരു കൺവേർഷൻ വിധേയമാകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മെർജറിന് വിധേയമാകുന്നുണ്ട്. ആൻഡ് വി വിൽ ഡിസ്കസ് ദാറ്റ് ചേഞ്ച് ലേറ്റർ. നമുക്ക് പിന്നെ പഠിക്കാം എന്താണ് ആ മാറ്റം, അല്ലെങ്കിൽ ഈ പ്രസിഡൻസി ബാങ്കുകൾ എന്തായി മാറി തീരും എന്ന് നമുക്ക് പിന്നെ പഠിക്കാം. ആൻഡ് അത് കഴിഞ്ഞ് വരുന്ന ഒരു മേജർ ഇവന്റ് ആയിരുന്നു ദ ഫോർമേഷൻ ഓഫ് അലഹബാദ് ബാങ്ക്. സോ 1865 ഒരു ഗ്രൂപ്പ് ഓഫ് യൂറോപ്യൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് അലഹബാദ് ബാങ്ക്. ആൻഡ് യു ക്യാൻ സി ഇനിഷ്യലി ഇതിന്റെ ഹെഡ് ക്വാർട്ടർ അലഹബാദ് ആയിരുന്നെങ്കിലും അത് കഴിഞ്ഞ് ഹെഡ് ക്വാർട്ടർ ഷിഫ്റ്റ് ചെയ്തു ടു കൊൽക്കത്ത. ആൻഡ് ഇറ്റ് വാസ് ദ ഓൾഡസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക്. സോ 1865 രൂപീകരിച്ച ഈ ബാങ്ക് പിൽക്കാലത്ത് നമ്മുടെ ഗവൺമെന്റ് നാഷണലൈസ് ചെയ്യുന്നുണ്ട്. സോ ഈവൻ ദോ ദിസ് ബാങ്ക് വാസ് ഫോം ഇൻ ദ ഇയർ 1865, ഈ ബാങ്ക് പിൽക്കാലത്ത് നാഷണലൈസേഷൻ വിധേയമാകുന്നുണ്ട്, ദേശസൽക്കരണത്തിന് വിധേയമാകുന്നുണ്ട്, അല്ലെങ്കിൽ പൊതുമേഖലാ ബാങ്കായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ 2020 കഴിഞ്ഞപ്പോ ഈ പൊതുമേഖലാ ബാങ്കായ അലഹബാദ് ബാങ്ക് വാസ് മെർജ്ഡ് വിത്ത് ഇന്ത്യൻ ബാങ്ക്. So we can see, അതുകൊണ്ടാണ് they said that it was the oldest public sector bank of the country till 2020. So till 2020 വരെ അലഹബാദ് ബാങ്ക് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പൊതുമേഖലാ ബാങ്ക് ആയിരുന്നു. എന്നാൽ 2020 ഈ ബാങ്ക് മെർജറിന് വിധേയമായി. മെർജർ എന്ന് പറയുമ്പോൾ എന്താ? ലയനം. സോ അലഹബാദ് ബാങ്ക് എങ്ങോട്ട് ലയിച്ചു? ഇന്ത്യൻ ബാങ്കിലേക്ക് ലയിച്ചു. പിന്നെ എന്തേ ഉള്ളൂ? ഇന്ത്യൻ ബാങ്കേ ഉള്ളൂ. മുൻപ് അലഹബാദ് ബാങ്ക് ഇരുന്ന ആ ബോർഡെല്ലാം മാറിയിട്ട് ഇന്ത്യൻ ബാങ്കിന്റെ ബോർഡ് അവിടെ എന്ത് ചെയ്യും? സ്ഥാപിക്കും. സോ നമ്മൾ കേരളത്തിൽ തന്നെ കണ്ടതാണ് ഒരു ചേഞ്ച്. 2017 സമയത്ത് നമ്മുടെ SBI ലയനം. മുൻപ് SBTയുടെ ധാരാളം ബ്രാഞ്ചസ് കേരളത്തിലുണ്ടായിരുന്നു. എന്നാൽ ലയനശേഷം SBT ബ്രാഞ്ചില് SBIയുടെ ബോർഡ് എന്ത് ചെയ്തു? മാറ്റി വെച്ചു, അത് പുനഃസ്ഥാപിച്ചു. സോ വി ക്യാൻ സി അങ്ങനെ SBT ഇല്ലാണ്ടായി SBI ആയിട്ട് എല്ലാ ബാങ്കുകളും മാറ്റപ്പെടുന്നുണ്ട്. ആൻഡ് ദാറ്റ് വാസ് ദ കേസ് ഓഫ് അലഹബാദ് ബാങ്ക്. ആൻഡ് അത് കഴിഞ്ഞ് വരുന്ന ചേഞ്ച് അത് കഴിഞ്ഞ് വരുന്ന ഒരു മാറ്റമല്ല, ഒരു ഇമ്പോർട്ടന്റ് ഇവന്റ് ദ ഫോർമേഷൻ ഓഫ് PNB ആണ്, ഓർ പഞ്ചാബ് നാഷണൽ ബാങ്ക്. സോ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് ലാഹോറിലാണ്. ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ ലാഹോറിലാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ദിസ് വാസ് ദ ഫസ്റ്റ് ബാങ്ക്
which was solely managed by Indians, and it was established using purely Indian capital. So Indian മൂലധനം ഉപയോഗിച്ച്, ഇന്ത്യൻ നിക്ഷേപം ഉപയോഗിച്ച് ഇന്ത്യക്കാരാൽ മാനേജ് ചെയ്യപ്പെടുന്ന ഒരു ബാങ്ക് ആയിരുന്നു PNB. 1894 PNB എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് യു ക്യാൻ സി നമ്മുടെ ലാലാ ലജ്പത് റായ്, ഇന്ത്യയുടെ പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവായിരുന്ന അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര നേതാവായിരുന്ന ലാലാ ലജ്പത് റായ് was one of the founder of PNB. 1894 PNB രൂപീകരിക്കുമ്പോൾ PNBയിലെ ഫൗണ്ടറായി വരുന്ന വ്യക്തിയായിരുന്നു ലാലാ ലജ്പത് റായ്. ആൻഡ് വാസ് ദാറ്റ് വി ക്യാൻ സി ഡ്യൂറിംഗ് ദ ഇയർ 2020, 2020 നമ്മുടെ PNBയിലേക്ക് മറ്റു 2 ബാങ്കുകൾ ഗവൺമെന്റ് ലയിപ്പിക്കുന്നുണ്ട്. സോ ദ ബാങ്ക്സ് ആർ OBC or Oriental Bank of Commerce and United Bank of India. So we can see 2020 ഏപ്രിൽ 1 PNBയിലേക്ക്, പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്ക് ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും അതുപോലെ യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഗവൺമെന്റ് ലയിപ്പിച്ചു. അങ്ങനെ PNB മാത്രമായിട്ട്, അല്ലെങ്കിൽ PNB എന്ന ഒറ്റ ബാങ്കായിട്ട് പിന്നീട് മാറുകയുണ്ടായി. ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് the major changes happened in India was the Swadeshi banks, അല്ലെങ്കിൽ the Swadeshi movement. So നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ആഫ്റ്റർ ദ ബംഗാൾ സ്പ്ലിറ്റ് 1905 ശേഷം, ബംഗാൾ സ്പ്ലിറ്റിന് ശേഷം 1905 ശേഷം ഇന്ത്യ വാസ് എക്സ്പീരിയൻസിങ് ഓർ വിറ്റ്നസിങ് സ്വദേശി മൂവ്മെന്റ്. സ്വദേശി മൂവ്മെന്റ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. സ്വദേശി മൂവ്മെന്റ് എന്തായിരുന്നു? വിദേശ വസ്ത്രങ്ങളും അല്ലെങ്കിൽ വിദേശ ഉൽപ്പന്നങ്ങളും വിദേശ സർവീസ് എല്ലാം ഒഴിവാക്കുക, ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ഉപയോഗിക്കുക, വിദേശ വിദ്യാഭ്യാസം ഉപേക്ഷിക്കാൻ പറയുന്നുണ്ട്. സോ സ്വദേശി മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് വി ക്യാൻ സി ധാരാളം സ്വദേശി ബാങ്കുകൾ അല്ലെങ്കിൽ ഇന്ത്യൻ ക്യാപിറ്റൽ ഓൺ ചെയ്ത ബാങ്കുകൾ അല്ലെങ്കിൽ ഇന്ത്യൻ ലോക്കൽ ലീഡേഴ്സ്, നാഷണൽ ലീഡേഴ്സ്, ഇവരുടെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചില ബാങ്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ രൂപീകരിക്കപ്പെടുന്നുണ്ട്. ആൻഡ് യു ക്യാൻ സി സം ഓഫ് ദ എക്സാമ്പിൾസ് ആർ കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ. ഇതെല്ലാം ആ കാലത്ത് സ്വദേശി മൂവ്മെന്റിന്റെ സമയത്ത് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെടുന്ന ബാങ്കുകളാണെന്ന് കാണാൻ കഴിയും. ആൻഡ് അത് കഴിഞ്ഞ് ഉണ്ടാവുന്ന ഒരു മേജർ ചേഞ്ച് ആയിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പ്രസിഡൻസി ബാങ്കുകളുടെ മെർജർ. സോ നമ്മൾ കണ്ടു 1806, 1840, 1843 ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ് എന്നീ 3 പ്രസിഡൻസി ബാങ്കുകൾ രൂപീകരിക്കുന്നുണ്ട്. 1921 1921 നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, സോറി ഗവൺമെന്റ് അല്ല, ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ 3 പ്രസിഡൻസി ബാങ്കുകളെയും ലയിപ്പിച്ചു, അല്ലെങ്കിൽ ഈ 3 പ്രസിഡൻസി ബാങ്കുകളെയും മെർജ് ചെയ്തു. എന്നിട്ട് ഒരു സിംഗിൾ ബാങ്ക് ആയിട്ട് എന്ത് ചെയ്തു, ഗവൺമെന്റ് അതിനെ റീഓർഗനൈസ് ചെയ്തു. ആൻഡ് യു ക്യാൻ സി 1921 there was amalgamation അല്ലെങ്കിൽ reorganization of this presidency bank, and they are reorganized into a single entity. ഒരു സിംഗിൾ ബാങ്ക് ആയിട്ട് ഇവരെ റീഓർഗനൈസ് ചെയ്യുകയാണ്. അത് സിംഗിൾ ബാങ്ക് വാസ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. സോ 1921 ബാങ്ക് ഓഫ് ബംഗാൾ, ബോംബെ ആൻഡ് മദ്രാസ് ഇവ 3നെയും കൂടെ അമാൽഗമേറ്റ് ചെയ്ത്, ഇതിനെ 3നെയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സിംഗിൾ എന്റിറ്റി ഗവൺമെന്റ് രൂപീകരിക്കുന്നത്. ആൻഡ് ഈ ബാങ്കാണ്, നമ്മൾ ഈ കാണുന്ന ഇംപീരിയൽ ബാങ്ക് ആണ് പിൽക്കാലത്ത് നമ്മുടെ SBI ആയിട്ട് മാറുന്നത്. സോ ദ സെയിം ഇംപീരിയൽ ബാങ്ക്, ഈ പറഞ്ഞ ഇംപീരിയൽ ബാങ്ക് ആണ് നമ്മുടെ SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് 1955-56 കാലത്ത് മാറ്റം ഉണ്ടാകുന്നത്. ആൻഡ് പോസ്റ്റ് ദ ഫോർമേഷൻ ഓഫ് ഇംപീരിയൽ ബാങ്ക് we can see there was the establishment of RBI. 1935 ഏപ്രിൽ 1 നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബ്രിട്ടീഷ് ഗവൺമെന്റ് സമയത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട് ആസ് പെർ RBI ആക്ട് ഓഫ് 1934. സോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1934 പ്രകാരം 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിച്ചു. ആൻഡ് ദ കമ്മിറ്റി which recommended the formation of this reserve bank is that Hilton and Commission അല്ലെങ്കിൽ Royal Commission on Indian Currency and Finance. ഈ 2 പേരും അറിഞ്ഞിരിക്കുക. ഹിൽട്ടൺ ആൻഡ് കമ്മീഷൻ എന്ന് പറയാൻ കാരണം റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്ന ഈ കമ്മിറ്റിയെ ഹെഡ് ചെയ്ത വ്യക്തിയുടെ പേരാണ് ഹിൽട്ടൺ യങ്. സോ
ഹിൽട്ടൺ യങ് കമ്മീഷൻ ഓർ റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. സോ ഇന്ത്യൻ ധനകാര്യ മേഖലയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ കറൻസിയിലും ഫിനാൻസിലും മാറ്റം കൊണ്ടുവരാനായിട്ട്, അതിൽ സജഷൻസ് നൽകാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയാണ്. 1926 ഈ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത്. ഈ കമ്മിറ്റിയാണ് RBIയുടെ ഫോർമേഷന് കാരണമാകുന്നത് അറിഞ്ഞിരിക്കുക. ആൻഡ് പോസ്റ്റ് ദിസ് we can see 1949. It was the period of nationalization of RBI. So January 1, 1949 ജനുവരി 1, 1949 നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്വതന്ത്രമായി. So post independence we can see നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ നാഷണലൈസ് ചെയ്തു. നാഷണലൈസ് എന്ന് പറഞ്ഞാൽ എന്താ? പൂർണ്ണമായും സർക്കാർ ഓൺ ചെയ്യുന്ന, 100% സർക്കാർ ഓൺ ചെയ്യുന്ന ഒരു എൻറ്റിറ്റി ആയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യനെ കൺവേർട്ട് ചെയ്യുകയാണ് ഓൺ January 1, 1949. ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBI ട്രാൻസ്ഫർ ടു പബ്ലിക് ഓണർഷിപ്പ് ആക്ട്. ഈ ആക്ട് പറഞ്ഞിരിക്കുക, ആ ദിവസം പറഞ്ഞിരിക്കുക January 1, 1949. ഏത് ആക്ട് പ്രകാരമാണ്? RBI ട്രാൻസ്ഫർ ടു പബ്ലിക് ഓണർഷിപ്പ് ആക്ട്. ആൻഡ് ഇതേ സമയത്ത് 1949 സമയത്ത് തന്നെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമമുണ്ട്. അതാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. സോ നോക്കുവാണെങ്കിൽ 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ടും 1934 RBI ആക്ടും, ഈ രണ്ട് ആക്ടിലാണ് ഈ രണ്ട് ആക്ട് പ്രകാരമാണ് RBI ഇന്ത്യയിലെ ബാങ്കുകളെ നിയന്ത്രിക്കുന്നത്. സോ യു ക്യാൻ സീ ദീസ് ടു ആക്ട്സ് ഗിവ്സ് ultimate power to RBI to control the functioning of banks in India. ഇന്ത്യയിലെ ബാങ്കുകളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു അൾട്ടിമേറ്റ് പവർ, ഒരു അൾട്ടിമേറ്റം കൊടുക്കുന്ന ഒരു രണ്ട് ആക്ട് ആണ് 1934 RBI ആക്ടും 1949 ബാങ്ക് റെഗുലേഷൻ ആക്ട്. ആൻഡ് പിന്നെ ഉണ്ടാകുന്ന ചേഞ്ച് നമ്മുടെ SBIയുടെ ഫോർമേഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു 1955 നമ്മുടെ ഗോർവാല കമ്മിറ്റി പറഞ്ഞോളൂ. ഹലോ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒരു റെഫറൻസ് പറയാനുണ്ട് സാറേ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 RBIയുടെ ഒരു ഫോം, അതുമായിട്ട് ബന്ധമുണ്ടോ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഈ RBIയുടെ ഫോർമേഷൻ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുമായിട്ട് ബന്ധം ഉണ്ടായിട്ട് കേട്ടിട്ടില്ല. ഭരണഘടന അത് പറയുന്നില്ലല്ലോ. റിസർവ് ബാങ്കിനെ പറ്റി ഭരണഘടന അത് പറയുന്നില്ലല്ലോ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് RBIനെ പറ്റി പരാമർശമില്ല. റിസർവ് ബാങ്കിനെ പറ്റിയോ അല്ലെങ്കിൽ ബാങ്കിനെ പറ്റിയൊന്നും പരാമർശമില്ല. RBIയുടെ ഫംഗ്ഷനെ പറ്റിയൊന്നും പരാമർശമില്ല കോൺസ്റ്റിറ്റ്യൂഷനകത്ത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കകത്ത് അത് ബന്ധമില്ല. രണ്ടാണെന്നാണ് എന്റെ അറിവ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രധാനമായിട്ടും അഡ്മിനിസ്ട്രേഷൻ ആണല്ലോ പറയുന്നത്. അതിനകത്ത് ഈ പറയുന്ന UPSCയും അതുപോലെ RBI ഒക്കെ അതൊരു റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു അതുമായിട്ട് ഈ പിന്നെ RBI ആക്ച്വലി ഫോം ആവുന്നത് 1935 34 സാറേ? 34 ആക്ട് പ്രകാരം 34 പാസ്സാക്കുന്ന ആക്ട് പ്രകാരം 35 രൂപീകരിക്കുന്നത്. 1934 പാസ്സാക്കുന്ന RBI ആക്ട് പ്രകാരം 1935 രൂപീകരിക്കുന്നു April 1. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ബന്ധമില്ലെന്നാണ് എന്റെ അറിവ്. കാരണം എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അഡ്മിനിസ്ട്രേഷൻ അല്ലേ പറയുന്നത്. സർക്കാരിന്റെ ഭരണകാര്യങ്ങളെ പറ്റിയും അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രത്യേകിച്ച് അങ്ങനെ ഭരിക്കപ്പെടണം, അഡ്മിനിസ്ട്രേഷൻ ലെവലിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അവിടെ ഈ RBI ആക്ടിനെ പറ്റി പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. RBI ആക്ട് 1934 അത് വരുന്നത്. ഇതും തമ്മിൽ ഡിഫറെന്റ് ആണെന്നാണ് എന്റെ അറിവ്. ഇതിലുണ്ടെന്ന് ഞാൻ നോക്കിയിട്ട് പറയാൻ വേണമെങ്കിൽ. സർ അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ, ഗവൺമെന്റ് ഇന്ത്യ പറയുന്നുണ്ടോ? അതായത് പറയുന്നത് ഇങ്ങനെയാണ്, ഇറ്റ് പ്രൊവൈഡഡ് ഒരു മിനിറ്റ് സാറേ, it provided for the establishment of a Reserve Bank of India to control the currency and credit of the country എന്ന് പറയുന്നുണ്ട് 1935 ആക്ടില്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഫീച്ചേഴ്സിൽ പറയുന്നുണ്ട്. ഓക്കെ. അപ്പൊ അത് കാണും, ഞാൻ ഇന്നോട് ചെക്ക് ചെയ്തേക്കാം. സോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ RBIയുടെ രൂപീകരണം പക്ഷെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം അല്ല, RBI ആക്ട് തന്നെയാണ്. അവർ പറയുന്നുണ്ടാവും. പക്ഷെ അതിനകത്ത് എന്താ പവർ കൊടുക്കുമായിരിക്കാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പറയുന്നത് എന്താണ്? RBIക്ക് ഇന്ന പവർ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ RBI ആക്ട് പ്രകാരമാണ് RBIയുടെ എല്ലാ ഗൈഡ് ലൈൻസും അല്ലെങ്കിൽ ഈ പറഞ്ഞ നോട്ടടി തന്നെ ആയാലും RBIയുടെ പ്രവർത്തനങ്ങളായാലും ഫംഗ്ഷൻസ് ആയാലും ബാങ്കിനെ കൺട്രോൾ ആയാലും ഇതെല്ലാം പരാമർശിക്കുന്നത് RBI ആക്ടിനകത്താണ്. ഗവർണർ അപ്പോയിന്റ്മെന്റ്, RBI ഗവർണർ അപ്പോയിന്റ് ചെയ്യുന്ന എങ്ങനെയാണ്? RBI ആക്ടിനകത്താണ്.
RBI ഗവർണറിന്റെ അപ്പോയിന്റ്മെന്റ് എത്ര വർഷത്തേക്ക് അയാൾക്ക് ഈ പറഞ്ഞ എക്സ്റ്റൻഷൻ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അയാൾ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുമോ? ഡെപ്യൂട്ടി ഗവർണർ അപ്പോയിന്റ്മെന്റ്, RBIയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കാര്യങ്ങള്, RBIയുടെ ഈ പറഞ്ഞ മണി മാനേജ്മെന്റ്, ഇതെല്ലാം പറയുന്ന RBI ആക്ടിനകത്താണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനകത്ത് പറയുന്നുണ്ടാവും, RBI പറ്റി പറയുന്നുണ്ടാവും, അത് കളിക്കുന്നതാണ്. പക്ഷെ അത് പ്രകാരം രൂപീകരിച്ചെന്ന് പറയാൻ പറ്റില്ല. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് RBIയുടെ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അത് തെറ്റെന്നേ ഞാൻ പറയുന്നത്. കാരണം RBI ആക്ട് പ്രകാരമാണ് RBI രൂപീകരിക്കുന്നത്. ഓക്കെ, ഞാനത് ചെക്ക് ചെയ്യുന്നതായാലും ഉണ്ടല്ലോ, ആക്ടിനകത്ത് ഉണ്ടത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനകത്ത് പറയുന്നുണ്ട്, പരാമർശമുണ്ട്. അപ്പൊ അങ്ങനെയാണ് ചോദിക്കുകയാണെങ്കിൽ എഴുതാം. ഉദാഹരണം പറയാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനകത്ത് RBIയുടെ ഫോർമേഷനെ പറ്റി അല്ലെങ്കിൽ RBIയുടെ രൂപീകരണത്തെ പറ്റി പരാമർശമുണ്ട്, അല്ലെങ്കിൽ RBI is mentioned in ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം. ഓക്കെ, ഓക്കെ ആണ് സാർ? ഞാൻ ചെക്ക് ചെയ്യാം ഒന്നുകൂടെ. എന്താ പറയുന്നത്? സാർ ഹലോ സാറേ. സാർ കേട്ടോ? കേൾക്കാം സാറേ. മനസ്സിലായോ ഞാൻ പറഞ്ഞേ? കേൾക്കാം. അല്ല, മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഓക്കെ. RBIയുടെ ഫോർമേഷൻ RBI ആക്ട് പ്രകാരമാണ്. മനസ്സിലായി. പരാമർശം ഉണ്ടാവും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അപ്പൊ ഞാനത് ഒന്നുകൂടെ വെരിഫൈ ചെയ്യാം. രൂപീകരണം ഞാൻ കേട്ട ഇതുവരെ പഠിക്കുന്നതെല്ലാം ഈ 1926 തന്നെ ഇതിന്റെ ഒരു തുടക്കം ആയെന്ന് പറയല്ലേ? ഹിൽട്ടൺ യങ് കമ്മീഷൻ 1926 വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു പീരീഡ് മുതലേ വരുന്നുണ്ട്. പക്ഷേ കമ്മിറ്റി റിപ്പോർട്ട് വരുന്ന കുറച്ച് ഡിലേ ആയിട്ടാണ്. കമ്മിറ്റി 26 അപ്പോയിന്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അതിന് റിപ്പോർട്ട് വരുന്ന കുറച്ച് കഴിഞ്ഞിട്ടാണ്. റിപ്പോർട്ട് അപ്പം തന്നെയല്ല വരുന്നത്, അപ്പോയിന്റ് ചെയ്യപ്പെടുന്നതാണ്. 26 എന്ന് പറയുമ്പോൾ ദ ഇയർ ഓഫ് അപ്പോയിന്റ്മെന്റ് ആണ്, റിപ്പോർട്ട് ഒന്നും വർഷമല്ല. കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത് 26 അതെ, നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. ഒരു കമ്മിറ്റിയുടെ എന്ന് അപ്പോയിന്റ് ചെയ്ത് വെച്ചിട്ടാണ് ഒരു കമ്മിറ്റി നമ്മൾ ഡേറ്റ് പറയുന്നത്, അതിന്റെ റിപ്പോർട്ട് എന്ന് വെച്ചല്ല. ഓക്കെ സർ. ഓക്കെ, സോ എന്നാലും ഞാനോടൊന്ന് വെരിഫൈ ചെയ്തിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടാകും. സോ നെക്സ്റ്റ് വാസ് ദ Imperial Bank of India to SBI conversion. So 1955 Gorwala Committee was responsible for recommending the conversion of Imperial Bank to State Bank of India. So 1921 എസ്റ്റാബ്ലിഷ് ചെയ്ത പ്രസിഡൻസി ബാങ്കിൽ അമാൽഗമേറ്റ് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത Imperial Bank 1955 ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് ഗോർവാള കമ്മിറ്റി ഗവൺമെന്റ് SBI ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തു, അതിന്റെ റീനെയിം ചെയ്തു. ആൻഡ് യു ക്യാൻ സി, നോക്കുവാണെങ്കിൽ 55 ഇറ്റ് ഈസ് സെഡ് ദാറ്റ് SBI വാസ് പാർഷ്യലി നാഷണലൈസ്ഡ്. കണ്ടോ നിങ്ങള്? 1955 SBI എന്ത് ചെയ്തു? പാർഷ്യലി നാഷണലൈസ്ഡ് എന്നാ പറയുന്നത്. പാർഷ്യലി നാഷണലൈസ്ഡ് എന്ന് പറയാൻ കാരണം 55 SBI രൂപീകരിക്കുമ്പോൾ അല്ലെ SBI ആയിട്ട് റീനെയിം ചെയ്യുമ്പോൾ ഇതിന്റെ ഓണർഷിപ്പ് വരുന്നത് RBIക്കാണ്. RBIയിലേക്കാണെന്ത് ഇതിന്റെ ഓണർഷിപ്പ് ആദ്യം കൺവേർട്ട് ചെയ്യുന്നത്. പിന്നീടാണ് എന്ത് സർക്കാർ എൻറ്റിറ്റി ആയിട്ട്, പൂർണ്ണമായിട്ടും സർക്കാർ എൻറ്റിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ യു ക്യാൻ സി, പാർഷ്യലി നാഷണലൈസ് പറയാൻ കാരണം ഇനിഷ്യലി RBIയുടെ കീഴിലാണെന്ത് SBI വരുന്നത്, പിന്നെ അത് മാറി ഗവൺമെന്റ് അണ്ടർടേക്കിംഗിലായിട്ട് മാറ്റുകയാണ് 56 ആകുമ്പോൾ. കാരണം ഒരു പ്രോസസ് വഴിയാണ് ഇത് മാറുന്നത്. 55, 56 ഈ ഒരു കാലഘട്ടത്തിലാണ് SBIയുടെ പൂർണ്ണമായ നാഷണലൈസേഷൻ നടക്കുന്നത്. സോ 55 പാർഷ്യൽ നാഷണലൈസ് ചെയ്യും, RBIയുടെ കീഴിൽ വരുന്നു. അത് കഴിഞ്ഞ് ഘട്ടം ഘട്ടമായിട്ട് അത് ഗവൺമെന്റിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. 56 ഫുള്ളി എന്ത് ചെയ്തു? നമ്മുടെ നാഷണലൈസേഷൻ വരുന്നു. ഈ പറഞ്ഞ SBIയുടെ മെജോറിറ്റി ഓണർഷിപ്പ് അങ്ങനെ ഗവൺമെന്റിലേക്ക് മാറുകയാണ്. ദാറ്റ് ഈസ് വൈ ഇത് ഇനിഷ്യലി SBIയുടെ മെജോറിറ്റി ഓണർഷിപ്പ് RBIക്ക് വരുന്നത്. മേജർ ഓണർഷിപ്പ്, എല്ലാ ഓണർഷിപ്പും അല്ല, മെജോറിറ്റി ഓണർഷിപ്പ് RBIക്ക് വരുന്നു. അത് പിന്നെ ഘട്ടം ഘട്ടമായിട്ട് ഗവൺമെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് 56 ആയപ്പോൾ പുള്ളി എന്ത് ചെയ്തു? നാഷണലൈസ്ഡ് ബാങ്ക് ആയിട്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന ബാങ്കായിട്ട്. സോ പബ്ലിസിറ്റി ബാങ്ക് ആവണമെങ്കിൽ, ഒരു ബാങ്ക് പൊതുമേഖലാ ബാങ്ക് എന്ന് പറയണമെങ്കിൽ എന്താ ക്രൈറ്റീരിയ? മോർ ദാൻ 50% ഷെയർ. ഒരു ബാങ്കിന്റെ 50% ഷെയർസ് കൂടുതൽ ആര് കൈയടക്കി വെക്കണം? ഗവൺമെന്റ് കൈയടക്കി വെക്കണം. അല്ലെങ്കിൽ ഗവൺമെന്റ് വിൽ ബി ദ മേജർ ഷെയർ ഹോൾഡർ. ഒന്നെങ്കിൽ ആ ബാങ്കിന്റെ ഷെയറിന്റെ 50% മേലെ സർക്കാരിന്റെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ ബാങ്കിന്റെ മേജർ ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ആയിരിക്കണം. എയ്തർ 50% ഷെയർ മേലെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാങ്കിന്റെ മേജർ ഷെയർ ഹോൾഡർ ഗവൺമെന്റ് ആയിരിക്കണം.
എങ്കിൽ മാത്രമാണ് എന്ത് ഒരു പബ്ലിക് സെക്ടർ ബാങ്ക് നമ്മൾ പറയുന്നത്. ആൻഡ് യു ക്യാൻ സി നിലവിൽ പറയുമ്പോൾ ക്യാൻ യു സേ ഹൗ മെനി പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആർ ദെയർ ഇൻ ഇന്ത്യ? കറന്റ് എത്ര പൊതുമേഖലാ ബാങ്ക് ഉണ്ട് ഇന്ത്യയിൽ? എത്ര ഉണ്ട്? യെസ്, വെരി ഗുഡ്. കറന്റ്ലി ദർ ആർ ഓൺലി 12 പബ്ലിക് സെക്ടർ ബാങ്ക്. സോ 2015 കാലഘട്ടത്തില് 2015 ടൈമില് യു മേ സി നമ്മുടെ ഇന്ത്യയില് 27 പൊതുമേഖലാ ബാങ്ക് ഉണ്ടായിരുന്നു 2015 കാലത്ത്. 2015 കാലത്ത് ഇന്ത്യ ഹാഡ് 27 പബ്ലിക് സെക്ടർ ബാങ്ക്, 27 പൊതുമേഖലാ ബാങ്കുകൾ ഇന്ത്യ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ പറയുകയാണെങ്കിൽ 2020 ശേഷം, ആഫ്റ്റർ ദ റീസെന്റ് മെർജർ, റീസെന്റ് ലയനത്തിന് ശേഷം 12 പൊതുമേഖലാ ബാങ്ക് മാത്രമേ എവിടെ ഉള്ളൂ? ഇന്ത്യയില് ഉള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് ദ ചേഞ്ച്. ആൻഡ് എസ് ബി ഐ പറ്റി പറയുകയാണെങ്കിൽ എസ് ബി ഐ ഈസ് ദ ലാർജസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് എസ് ബി ആണ്. ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് അല്ലെങ്കിൽ ഏറ്റവും വലിയ ബാങ്കും എസ് ബി ആണ്. ആൻഡ് എസ് ബി ഐ ഈസ് ദ ഓൺലി ബാങ്ക് വിച്ച് വാസ് ലിസ്റ്റഡ് ഫ്രം ഇന്ത്യ ഇൻ ദ ഗ്ലോബൽ ടോപ്പ് 100 ബാങ്ക് ഇൻ ദ വേൾഡ്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ 100 ബാങ്ക് എടുക്കുമ്പോൾ, ലോകത്തിലെ ഏറ്റവും വലിയ 100 ബാങ്ക് എടുക്കുമ്പോൾ അതിൽ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഏക ബാങ്ക്, ഇന്ത്യയിൽ നിന്ന് ആ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഏക ബാങ്ക് എന്ന് പറഞ്ഞാൽ ഏതാണ്? എസ് ബി ഐ മാത്രമാണ്. യു ക്യാൻ സി എസ് ബി ഐ ഇസ് ദ ഓൺലി ബാങ്ക് വിച്ച് വാസ് ലിസ്റ്റഡ് ഇൻ ദ ഗ്ലോബൽ ടോപ്പ് 100 ബാങ്ക് ഇൻ ദ വേൾഡ് ഫ്രം ഇന്ത്യ. സോ ഇന്ത്യയിൽ നിന്ന് ആകെ ഒറ്റ ബാങ്ക് മാത്രമേ ഉള്ളൂ എന്ത്? ഗ്ലോബലിലെ ടോപ്പ് 100 ബാങ്കിലുള്ളൂ. അത് ഏതാണ്? എസ് ബി ഐ മാത്രമാണ്. ഫസ്റ്റ് ഒന്നും അല്ല, ക്വസ്റ്റ്യൻ മാറിക്കൊണ്ടിരിക്കും. ഇടയ്ക്ക് 55 ആയിരുന്നു, ഇടയ്ക്ക് ഒരിക്കൽ 50 താഴെ വന്നിട്ടുണ്ട്. സർ കുറച്ചു നാളായിട്ട് 55 ഈ പറഞ്ഞ റാങ്ക് വരുന്നത്. 50, 56, 55 എന്നൊക്കെ പറഞ്ഞ വരുന്നത്. ആൻഡ് യു ക്യാൻ സി എസ് ബി ഐ ഈസ് ദ ലാർജസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ. അതുപോലെ യു ക്യാൻ സി നമ്മുടെ വരുന്നതാണോ ഒരു, അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയില് ഏറ്റവും കൂടുതൽ ബ്രാഞ്ച് ഉള്ള, സോ ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും ഏറ്റവും കൂടുതൽ ബ്രാഞ്ചിലുള്ള ബാങ്കും ഏതാണ്? എസ് ബി ആണ്. സോ എസ് ബി ഇസ് ദ ബാങ്ക് വിത്ത് ലാർജസ്റ്റ് നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുള്ള ബാങ്കും എസ് ബി ആണെന്ന് കാണാം. ഓക്കെ, അപ്പൊ ആ കുറച്ച് ഫാക്ടർ ഒക്കെ അറിഞ്ഞിരിക്കുക ഈ പറഞ്ഞ എസ് ബി ഐയെ പറ്റിയുള്ള കാര്യങ്ങൾ. അത് ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? എസ് ബി ഐയുടെ ചെയർമാൻ അറിയാമോ? ദ കറന്റ് ചെയർമാൻ ഓഫ് എസ് ബി ഐ. എസ് ബി ഐയുടെ ഇപ്പോഴത്തെ ചെയർമാന്റെ പേര് അറിയാമോ? ദിനേഷ് കുമാർ ആണ്. ദിനേഷ് കുമാർ ഖാര. ഹി ഈസ് ദ കറന്റ് ചെയർമാൻ ഓഫ് എസ് ബി ഐ. സോ അത് ചോദിക്കാൻ ചാൻസ് കുറവാണ് അങ്ങനെയൊന്നും. കാരണം ഒരു ബാങ്ക് എക്സാം ഒക്കെ ആണെങ്കിൽ പോസിബിലിറ്റി ഉണ്ട്. നമ്മുടെ PSC ആയാലും ഇപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ എന്താ മാക്സിമം ഒഴിവാക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടു കാണും, റീസെന്റ് നടന്ന 10th ലെവൽ, 12th ലെവൽ, ഡിഗ്രി ലെവൽ എക്സാം നോക്കുക, 3 ലെവൽ എക്സാം എടുത്ത് നോക്കിയോളൂ. ഇങ്ങനെ പ്യൂർലി ഫാക്ട്. പണ്ടൊക്കെ ചോദിക്കുമായിരുന്നു എസ് ബി ഐയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്താ വളരെ കുറവാണ്. കാരണം അതിനേക്കാൾ നല്ല നല്ല ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഡിഗ്രി ലെവലായാലും 10th ലെവലായാലും +2 ലെവലൊക്കെ ആയാലും. സോ ജസ്റ്റ് അറിഞ്ഞിരിക്കെങ്കിലും ഇൻ കേസ് നമ്മുടെ ഭാഗ്യത്തിൽ നിന്ന് ചോദിച്ചാലോ എന്ന് പറഞ്ഞിട്ട്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ എസ് ബി ഐ. ആൻഡ് അതുപോലെ തന്നെ പൊതുമേഖലാ ബാങ്ക് പോലെ തന്നെ there is another criteria, another term which is private sector bank. എന്താ പ്രത്യേകത? സ്വകാര്യ മേഖലാ ബാങ്കുകൾ. എക്സാമ്പിൾ അറിയായിരിക്കുമല്ലോ, ICICI, ഫെഡറൽ ബാങ്ക്, then HDFC, ആക്സിസ് ബാങ്ക്. ഇതൊക്കെയാണ് സ്വകാര്യ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ. സ്വകാര്യ ബാങ്കുകൾ എന്ന് പറയുമ്പോൾ എന്താണ് പ്രത്യേകത? ഈ ബാങ്കുകളുടെ മേജർ ഷെയർ, ഈ ബാങ്കുകളിലുള്ള മേജർ ഷെയർ എന്ന് പറഞ്ഞാൽ വിൽ ബി ഓൺ ബൈ എ പ്രൈവറ്റ് എൻറ്റിറ്റി ഓർ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആയിരിക്കും. ഒരു സ്വകാര്യ വ്യക്തിയോ ഒരു സ്വകാര്യ ഗ്രൂപ്പോ ആയിരിക്കും എന്ത് ഈ സ്വകാര്യ ബാങ്കുകളുടെ മേജർ ഷെയർ ഹോൾഡ് ചെയ്യുന്നത്. ആൻഡ് ടോപ്പ് ആയിട്ടുള്ള ബാങ്ക് നോക്കുവാണെങ്കിൽ ICICIയും HDFCയും ആക്സിസ് ബാങ്കും. ICICI, then HDFC, ആക്സിസ് ബാങ്ക്. ഇതിൽ ഫസ്റ്റ് 2 പൊസിഷൻ
അത് മാറിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ കാണാൻ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുക, ഇടയ്ക്ക് നിങ്ങൾ കാണും HDFC ICICI ഓവർടേക്ക് ചെയ്തു, ആൻഡ് ബിക്കേം ദ ഫസ്റ്റ് ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ICICI ഓവർടുക്ക് HDFC. അത് മാറിക്കൊണ്ടിരിക്കും, കാരണം അത് കൺസിസ്റ്റന്റ് അല്ല. എപ്പോഴും ഫസ്റ്റ് HDFC, ഫസ്റ്റ് ICICI അങ്ങനെയല്ല. എന്നാൽ കുറച്ചു കാലങ്ങളായിട്ട് HDFC ആയിരുന്നു മുന്നിട്ടുന്നത്. HDFC ഫസ്റ്റ്, ദെൻ ICICI, ദെൻ ആക്സിസ്. ഇതായിരുന്നു കുറെ നാളുണ്ടായിരുന്നത്. പക്ഷെ പിന്നെ ഇടയ്ക്ക് എന്താ, പിന്നെ മാറി മാറി വരാറുണ്ട്. അതൊന്നും അറിയണ്ട, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇതാണ് മേജറായിട്ട് വരുന്ന പ്രൈവറ്റ് സെക്ടർ ബാങ്ക്: HDFC, ICICI, then Axis. Then there is a term called foreign banks. Foreign banks കണ്ടുണ്ടല്ലോ, വിദേശ ബാങ്ക്. Can you quote an example? വിദേശ ബാങ്ക് എന്ന് പറഞ്ഞ എക്സാമ്പിൾ പറയാമോ? വിദേശ ബാങ്ക്. സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ഉണ്ട്, HSBC ബാങ്ക് ഉണ്ട്, മേഡം പറഞ്ഞ പോലെ HSBC, ഹോങ്കോങ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷൻ, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്. ഇതൊക്കെ എന്താണ്? വിദേശ ബാങ്കുകളാണ്. എന്താ പ്രത്യേകത? ഫോറിൻ ബാങ്ക് എന്ന് പറയുമ്പോൾ ഈ ബാങ്കുകളുടെ ഹെഡ്ക്വാർട്ടർ, ഈ ബാങ്കുകളുടെ ആസ്ഥാനം ഇന്ത്യക്ക് പുറത്തായിരിക്കും. എന്നാൽ ഈ ബാങ്കിന് ബ്രാഞ്ചുകൾ എന്ത് കാണും? ഇന്ത്യയിൽ കാണും. ഉദാഹരണം പറയുമ്പോൾ SBIയുടെ ഹെഡ്ക്വാർട്ടർ എവിടെയാണെന്ന് അറിയാമോ? SBIയുടെ ഹെഡ്ക്വാർട്ടർ മുംബൈയിലാണ്. SBIയുടെ ആസ്ഥാനം. വിച്ച് മീൻസ് ഇൻ ഇന്ത്യയിലാണ് എന്ത്? SBIയുടെ ഹെഡ്ക്വാർട്ടർ. എന്നാൽ SBIക്ക് എന്തുണ്ട്? ഇന്ത്യക്ക് മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തും they have branches. And you can see, suppose UK-ല് നമ്മുടെ SBIക്ക് ഒരു ബ്രാഞ്ച് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് പറയാം ഇൻ UK SBI എന്താണ്? ഒരു ഫോറിൻ ബാങ്ക് ആണെന്ന് പറയാം. കാരണം എന്താ? ഹെഡ്ക്വാർട്ടർ ഇന്ത്യയിലാണ്. ആൻഡ് ഈ പറഞ്ഞ UK കേസ് നോക്കുമ്പോൾ ഇൻ ദ പെർസ്പെക്ടീവ് ഓഫ് യുടെ പെർസ്പെക്ടീവില്, യുടെ കാഴ്ചപ്പാട് നോക്കുവാണെങ്കിൽ SBI എന്താണ്? ഒരു ഫോറിൻ ബാങ്ക് ആണ്. അതുപോലെ ഇപ്പം ചൈനയിൽ ഹെഡ്ക്വാർട്ടർ വരുന്നതാണ് HSBC ബാങ്ക്. അതുപോലെ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്, സിറ്റി ബാങ്ക് നിങ്ങൾ കേട്ട് കാണും. സ്റ്റാൻഡേർഡ് ചാർട്ടേഡ്, ദെൻ സിറ്റി ബാങ്ക്, ഇതെല്ലാം എന്താ? വിദേശ ബാങ്കുകളാണ്. വിച്ച് മീൻസ് ഇവരുടെയൊക്കെ ആസ്ഥാനം ഇന്ത്യക്ക് പുറത്താണ്. എന്നാൽ ഇന്ത്യക്കകത്ത് എന്ത് ചെയ്യുന്നു? ഇവർക്ക് ബ്രാഞ്ചസ് ഉണ്ട്, ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇങ്ങനെയുള്ള ഫോറിൻ ബാങ്ക്സിന്റെ പ്രത്യേകത, ഈ ബാങ്ക് അവരുടെ ഹോം കൺട്രിയിലെയും അതേപോലെ ഹോസ്റ്റ് കൺട്രിയിലെയും. സോ എ ഫോറിൻ ബാങ്ക് need to meet the rules and regulations in the home country and host country. അവരുടെ ആസ്ഥാനമുള്ള അവരുടെ ഹോം കൺട്രി, അവിടുത്തെ നിയമങ്ങൾ പാലിക്കണം. അവിടുത്തെ ഗവൺമെന്റ് പറയുന്ന, അല്ലെങ്കിൽ അവിടുത്തെ സെൻട്രൽ ബാങ്ക് പറയുന്ന ഗൈഡ് ലൈൻസ് പാലിക്കണം. അതേപോലെ തന്നെ ഇവർ ഹോസ്റ്റ് ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ എവിടേക്കാണോ ഇവരുടെ ബ്രാഞ്ച് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, മറ്റേത് കൺട്രിയിലാണോ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, ആ കൺട്രിയിലെ നിയമങ്ങൾ എന്ത് ചെയ്യണം? ആ കൺട്രിയിലുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെയും സെൻട്രൽ ബാങ്കിന്റെയും നിയമങ്ങൾ ആര് പാലിക്കണം? ഒരു ഫോറിൻ ബാങ്ക് പാലിക്കണം. They have to follow the guidelines of the central bank, the home country and host country എന്ന് പറയാം. So that was regarding the SBI. Then the major event that happened in India was the nationalization of banking. So Indian banking, one of the greatest change or strongest initiative ആയിരുന്നു നാഷണലൈസേഷൻ ഓഫ് ബാങ്കിങ്. 1969-ലും 1989-ലുമാണ്, 1969-ലും 1980-ലുമാണ് മേജർ ആയിട്ടുള്ള നാഷണലൈസേഷൻ ഇന്ത്യയിൽ നടക്കുന്നത്. സോ ഡേറ്റ് അറിഞ്ഞിരിക്കുക, 19th July 1969 and 15th April 1980. These are the two periods in which banks were nationalized. ആദ്യഘട്ടത്തിൽ 14 ബാങ്കുകൾ, 69-ല് 14 ബാങ്കുകൾ നാഷണലൈസ് ചെയ്തു. അടുത്ത ഘട്ടത്തിൽ 6 ബാങ്കുകൾ നാഷണലൈസ് ചെയ്തു. ആൻഡ് ആദ്യഘട്ടത്തിൽ നോക്കുവാണെങ്കിൽ ഗവൺമെന്റ് ഹാസ് സെറ്റ് എ ക്രൈറ്റീരിയ. 50 കോടി മേലെ മൂലധനമുള്ള, 50 കോടി മേലെ ബെസിസ് ഉള്ള ബാങ്കുകളാണ് ആദ്യം നാഷണലൈസ് ചെയ്തത്. അത് കഴിഞ്ഞ് 80-ൽ 200 കോടി മേലെ ക്യാപിറ്റലുള്ള ബാങ്കുകൾ എന്ത് ചെയ്തു? നാഷണലൈസ് ചെയ്തു. ആൻഡ് യു ക്യാൻ സി എന്തിനാണ്, വൈ ദ ഗവൺമെന്റ് ഇനിഷ്യേറ്റഡ് നാഷണലൈസേഷൻ ഇൻ ഇന്ത്യ. പറയാമോ നിങ്ങൾക്ക്? കാരണം പറയാമോ? എന്താണ് കാരണം? അല്ലെ എന്തിനു വേണ്ടിയാണ് നമ്മുടെ ഗവൺമെന്റ് ബാങ്കുകളെ നാഷണലൈസ് ചെയ്തത്?
ഇൻക്ലൂസീവ്നെസ്, വെരി ഗുഡ് പോയിന്റ്. ഇൻക്ലൂസീവ്നെസ് തീർച്ചയായും ഘടകമാണ്. വേറെ To increase government's hold on the economy, control on the economy. തീർച്ചയായും വെരി ഗുഡ്. സർക്കാരിന് എക്കണോമിയിലുള്ള ഇൻഫ്ലുവൻസ് വർദ്ധിപ്പിക്കുക. ഇത് രണ്ട് മാത്രമേ ഉള്ളൂ. പറഞ്ഞോളൂ. എന്താ നാഷണലൈസേഷൻ എന്ന് വെച്ചാൽ? നമ്മൾ കഴിഞ്ഞ ബഡ്ജറ്റ് എടുത്തപ്പം വി ആർ ഡിസ്കസ് ദ ടേം കോൾഡ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ പ്രൈവറ്റൈസേഷൻ. എന്തായിരുന്നു സ്വകാര്യവൽക്കരണം എന്ന് പറയുമ്പോൾ? സ്വകാര്യ മേഖലയിലേക്ക് ഒരു പൊതുമേഖലാ സ്ഥാപനം കൺവേർട്ട് ചെയ്യപ്പെടും. നമുക്ക് പറയാം പ്രൈവറ്റൈസ് ചെയ്യുന്നു, അല്ലെ? ഒരു സ്വകാര്യ മേഖലയിലേക്ക് ഒരു ഗവൺമെന്റ് സ്ഥാപനം കൺവേർട്ട് ചെയ്യുന്നു. ഇപ്പൊ എയർ ഇന്ത്യയുടെ കേസ്. എയർ ഇന്ത്യ മുൻപ് സർക്കാർ ഓൺഡ് എൻറ്റിറ്റി ആയിരുന്നു. എന്നാൽ ഇപ്പോ എയർ ഇന്ത്യ ടാറ്റ ഓൺഡ് എൻറ്റിറ്റി ആണ്. സോ പ്രൈവറ്റൈസേഷൻ. എന്നാൽ നാഷണലൈസേഷൻ എന്ന് പറയുമ്പോൾ ദേശസാത്കരണം എന്ന് പറയും മലയാളത്തിൽ. ദേശസാത്കരണം. സോ ദേശസാത്കരണം ഓർ നാഷണലൈസേഷൻ എന്ന് പറയുമ്പോൾ പ്രൈവറ്റൈസേഷന്റെ ഉൾട്ടയാണ്. വിച്ച് മീൻസ് ഇവിടെ എന്താണ്? ഒരു സ്വകാര്യ സ്ഥാപനത്തിനെ ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനമായിട്ട്, സർക്കാർ ഓൺഡ് എൻറ്റിറ്റി ആയിട്ട് എന്ത് ചെയ്യുന്നു? സർക്കാർ കൺവേർട്ട് ചെയ്യും. സോ ഇങ്ങനെ കൺവേർട്ട് ചെയ്യാനായിട്ട് തക്കതായ കാരണമുണ്ട്. ആൻഡ് യു ക്യാൻ സി ഈ കൺവെൻഷൻ നടന്നത് ആക്ട് പ്രകാരമാണ്. പക്ഷെ പറയട്ടെ, ഈ ആക്ടിനൊക്കെ മുന്നേ 1969 നാഷണലൈസേഷൻ നടക്കുന്നത് ഇനിഷ്യലി ആക്ടിൽ കൊണ്ടുവരുന്നത്. എന്താ കൊണ്ടുവരുന്നത്? ഓർഡിനൻസ് കൊണ്ടുവരുന്നത്. അറിഞ്ഞിരിക്കുക. കാരണം ഒരു ആക്ട് ഗവൺമെന്റ് കൊണ്ടുവരുമ്പോൾ അത് പാസ്സാക്കാൻ ഡിലേ ഉണ്ട്, അല്ലേ? ഒരു ആക്ട് എന്ന് പറയുമ്പോൾ എന്താ? ലോകസഭയിലും രാജ്യസഭയിലും ഒക്കെ പാസ്സാവണം, ചർച്ച ചെയ്യണം, അവിടെ സജഷൻസ് ഇൻക്ലൂഡ് ചെയ്യണം. അങ്ങനെ കുറെ ചേഞ്ചസ് വരും, അല്ലെങ്കിൽ കുറെ സമയം എടുക്കും ഒരു നിയമം പ്രാബല്യത്തിൽ വരാനായിട്ട്. എന്നാൽ അതുകൊണ്ട് തന്നെ ദിസ് നാഷണലൈസേഷൻ സ്റ്റെപ്പ് വാസ് അണ്ടർടേക്കൺ നോട്ട് ബൈ ആൻ ആക്ട് പാസ് ബൈ പാർലമെന്റ് ബട്ട് ബൈ ആൻ ഓർഡിനൻസ് ആണ്. നമ്മുടെ പ്രസിഡന്റ് സൈൻ ചെയ്യുന്ന ഒരു ഓർഡിനൻസ് പ്രകാരമാണ് എന്ത് ഈ നാഷണലൈസേഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്തു? നമ്മുടെ പാർലമെന്റിൽ ഇത് പാസ്സാക്കുക ചെയ്യുന്നത്. കാരണം ഓർഡിനൻസ് പറയുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നിലവിൽ വരുന്നു. സോ ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്ത് ചെയ്യാം? സർക്കാരിന് എടുക്കാൻ കഴിയും. ദാറ്റ് വാസ് ദ കണ്ടീഷൻ ഓഫ് ഓർഡിനൻസ്. ആൻഡ് ഇതിന് കാരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ബാങ്കിങ് സ്ട്രക്ചർ നോക്കുമ്പോൾ, ദ സ്ട്രക്ചർ ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ, തുടക്കകാലത്ത് ഇന്ത്യയിലുള്ള ബാങ്കിൽ മെജോറിറ്റിയും പ്രൈവറ്റ് ബാങ്കുകളാണ്. പൊതുമേഖലാ ബാങ്ക് എന്ന് പറയാൻ ഇല്ല. സോ മെജോറിറ്റി ബാങ്ക്സ് ഇൻ ഇന്ത്യ വേർ പ്രൈവറ്റ് ബാങ്ക്സ്. സ്വകാര്യ വ്യക്തികൾ, സ്വകാര്യ ബിസിനസ് ഗ്രൂപ്പ്സ് ഇവർ ഓൺ ചെയ്ത ബാങ്കുകളാണ്. ഉദാഹരണം ബാങ്ക് ഓഫ് ബറോഡ ആയാലും കാനറ ബാങ്ക് ആയാലും ഇതൊക്കെ എന്താണ്? സ്വകാര്യ വ്യക്തികൾ ഓൺ ചെയ്ത്, സ്വകാര്യ കമ്പനികൾ അല്ലെങ്കിൽ സ്വകാര്യ ഫാമിലി ഗ്രൂപ്പ്സ് ഇവരൊക്കെ ഓൺ ചെയ്ത ബാങ്കുകളാണ്. ആൻഡ് ഈ പറഞ്ഞ വ്യക്തികൾ ഈ ബാങ്ക് ഓൺ ചെയ്യുമ്പോൾ ഇവരുടെ മെയിൻ എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആണ്, ലാഭമാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് ഈ ബാങ്കുകളുടെ ബ്രാഞ്ചസ് പ്രധാനമായിട്ടും അർബൻ ഏരിയയിലായിരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. കാരണം കമ്പയർഡ് ടു റൂറൽ ഏരിയ, അർബൻ ഏരിയയിലെ ആളുകളുടെ ഇൻകം കൂടുതലാണ്. അതുപോലെ അർബൻ ഏരിയയിലെ ആളുകളുടെ സേവിങ്സ് എന്താണ്? കൂടുതലാണ്. ആളുകൾ സേവ് ചെയ്യുന്ന കൂടുതലാണ്, അതുപോലെ ഇൻകം കൂടുതലാണ്. സോ അർബൻ ഏരിയ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അവിടെ ഡിപ്പോസിറ്റ് മൊബൈലൈസ് ചെയ്യാം. അതുപോലെ ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകളുടെ സിബിൽ സ്കോർ അല്ലെങ്കിൽ ആളുകളുടെ ക്രെഡിറ്റ് സ്കോർ കൂടുതലാണ്, അല്ലെങ്കിൽ അവരുടെ ക്രെഡിറ്റ് റീപേയ്മെന്റ് എബിലിറ്റി കൂടുതലാണ്. സോ ബാങ്കുകൾക്ക് അർബൻ ഏരിയയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് താല്പര്യം. അങ്ങനെ വന്നപ്പം റൂറൽ ഏരിയ, വില്ലേജ് ഏരിയ തഴയപ്പെട്ടു. അതേപോലെ ഗ്രാമീണ മേഖലയിലുള്ള ചില പ്രത്യേക സെക്ഷൻ ഓഫ് പീപ്പിൾ ലൈക്ക് ഫാമേഴ്സ്, ലേബറേഴ്സ്, ഇവർക്കൊക്കെ എന്താ? ലോൺ കിട്ടാണ്ടായി. സോ via this nationalization, government want to increase the accessibility of banking to every section of society. അതായത് നേരത്തെ പറഞ്ഞ ഇൻക്ലൂസീവ്നെസ് ആണ് ഗവൺമെന്റ് എയിം ചെയ്യുന്നത്. സോ ആക്സസ് ടു മാസ് ഇന്ത്യ ഇൻക്രീസ് ചെയ്യുക. അതേപോലെ the government want to prevent the concentration of wealth and economic power to certain family groups. ചില പ്രത്യേക ഫാമിലി ഗ്രൂപ്പുകൾക്ക് അല്ലെ അവർക്ക് മാത്രം വെൽത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രിവെന്റ് ചെയ്യണം. അതുപോലെ ഈ പറഞ്ഞ ഫാമിലി ഗ്രൂപ്പുകൾ ബാങ്ക് നടത്തുമ്പോൾ അവരെ ലെൻഡ് ചെയ്യുമല്ലോ. ഇപ്പൊ ഉദാഹരണം ബാങ്ക് ഓഫ് ബറോഡയോ കാനറയോ ഒക്കെ അവർ ലെൻഡ് ചെയ്യുമ്പോൾ ദേ യൂസ് ടു ലെൻഡ് ടു ദെയർ ഓൺ കമ്പനീസ്. ഇവരുടെ തന്നെ കമ്പനികൾക്ക് എന്ത് ചെയ്യും? ലെൻഡ് ചെയ്യും. മനസ്സിലായോ? സപ്പോസ് ഞാനൊരു ബാങ്ക് നടത്തുകയാണ്, എന്റെ ബാങ്കിന്റെ പേര്
ABC ബാങ്ക്. ആൻഡ് ഈ ബാങ്ക് ലെൻഡ് ചെയ്യുമ്പോൾ എന്റെ കമ്പനിക്ക്, ഇപ്പൊ ഞാൻ ഒരു കമ്പനി നടത്തുന്നുണ്ട്, ബാങ്ക് കൂടാതെ തന്നെ ഐ ഹാവ് ഡിഫറെന്റ് ബിസിനസ്, XYZ അങ്ങനെ ഡിഫറെന്റ് ബിസിനസ് ഉണ്ട്. സോ എന്ത് ചെയ്യുന്നു, ഞാൻ ഓൺ ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്ക് ഓണർഷിപ്പ് ഉള്ള ABC ബാങ്ക് ലെൻഡ് ചെയ്യുമ്പോൾ XYZ എന്ന എന്റെ ബിസിനസ്സുകൾക്ക് എന്ത് ചെയ്യുന്നു, ലോൺ കൊടുക്കുക. എന്റെ ബിസിനസ് എന്ത് ചെയ്യപ്പം വളരും, ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിക്കുന്നുണ്ട്, വളരും. പക്ഷെ എന്താ, മാസസിന് സാധാരണക്കാരായ ആളുകൾക്ക് എന്ത് കിട്ടുന്നില്ല, ലോൺ ലഭിക്കുന്നില്ല. ഇതൊരു ചലഞ്ചായിരുന്നു, ഇത് മറികടക്കുക, ഇത് സർക്കാരിന്റെ ലക്ഷ്യമായിരുന്നു. അതുപോലെ തന്നെ യു ക്യാൻ സി എല്ലാ തരത്തിലുള്ള ആളുകളും, അർബൻ ഏരിയ മാത്രമല്ല ഗ്രാമീണ തരത്തിലുള്ള ആളുകളും അവരുടെ ഉള്ളിലും സേവിങ്സ് നേച്ചർ ക്രിയേറ്റ് ചെയ്യുക, അവരെ കൊണ്ട് എന്ത് ചെയ്യുക, പൈസ സേവ് ചെയ്യിപ്പിക്കുക. ഗ്രാമീണ മേഖലയിലേക്ക് എന്ത് ചെയ്യുക, ബാങ്കിന്റെ ബ്രാഞ്ചസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. സോ നേരത്തെ അർബൻ ഏരിയ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നെങ്കിൽ റൂറൽ ഏരിയ ഉണ്ടാവും, പക്ഷെ എന്താ, ദ നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഇൻ റൂറൽ ഏരിയ വേർ നോമിനൽ, വളരെ തുച്ഛമായ ബ്രാഞ്ചിൽ മാത്രമാണ് എന്ത്, ഗ്രാമീണ മേഖല ഉണ്ടായിരുന്നത്. അത് മാറിയിട്ട് the government want to increase the bank branches in rural areas or village area. ഗ്രാമീണ മേഖലയിലേക്ക് ഈ പറഞ്ഞ ബാങ്കുകളുടെ ബ്രാഞ്ചസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഗവൺമെന്റ് എയിം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ലോൺ ലഭിക്കാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ പലപ്പോഴും ലോണിൽ തഴയപ്പെടുന്ന സെക്ഷൻ സൊസൈറ്റിയെ, മുൻഗണന വിഭാഗങ്ങളെ ലൈക്ക് വുമൺ, SC/ST കമ്മ്യൂണിറ്റി, മൈനോറിറ്റീസ്, അഗ്രികൾച്ചർ ലേബറേഴ്സ്, ഫാമേഴ്സ്, ഇവരൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ ബാങ്ക് ലോണുകൾ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട സേവനങ്ങൾ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ആൾസോ ഗവൺമെന്റ് ടു ഇൻക്രീസ് പ്രൊഫഷണലൈസേഷൻ. ഈ പറഞ്ഞ ബാങ്കുകളിലെല്ലാം ഒരു കൃത്യമായ ട്രെയിനിങ് കൊടുത്ത് ഒരു ഈക്വൽ ക്വാളിറ്റി അല്ലെങ്കിൽ എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഈക്വൽ ക്വാളിറ്റി, ഒരു ഈക്വൽ ട്രീറ്റ്മെന്റ് കിട്ടുന്ന രീതിയിൽ ഒരു മികച്ച പ്രൊഫഷണൽ അപ്രോച്ച് ബാങ്കിൽ പ്രകടിപ്പിക്കുക. ഇതൊക്കെയായിരുന്നു എന്ത്, നാഷണലൈസേഷന്റെ പ്രധാന ഉദ്ദേശം. ആക്സസ് ടു മാസസ്, ടു ബ്രേക്ക് ദ ഓണർഷിപ്പ്, ടു പ്രിവെന്റ് ദ കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത്, ടു മൊബിലൈസ് സേവിങ്സ്, ടു ക്യാറ്റർ ദ നീഡ്സ് ഓഫ് പ്രൈവറ്റ് സെക്ടർ, ഇൻക്രീസിംഗ് പ്രൊഫഷണലൈസേഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ് ഓഫ് കസ്റ്റമർ സർവീസ്. Then now can see different schemes or initiatives proposed by RBI or government to ensure the success of nationalization. നമ്മൾ 69 എന്ത് ചെയ്തു, നമ്മളെ ഗവൺമെന്റ് നാഷണലൈസ് ചെയ്തു. അപ്പൊ ഈ നാഷണലൈസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, പൊതുമേഖലാ ബാങ്കായിട്ട് മാറ്റുന്നു സ്വകാര്യ ബാങ്കുകളെ. ഇങ്ങനെ ചെയ്തൊരു കാര്യമാവുന്നില്ല. ഈ ബാങ്ക് ലക്ഷ്യം എന്തൊക്കെയാണ്, ഗ്രാമീണ മേഖലയിലേക്ക് ബ്രാഞ്ചുകൾ വരണം, ഗ്രാമീണ മേഖലയിലേക്ക് ലോൺ വരണം. സോ സർക്കാർ നാഷണലൈസേഷൻ എയിം ചെയ്യുന്നത് എന്താ, ലോൺ ഉണ്ടാവണം. ഗ്രാമീണ മേഖലയിൽ ബ്രാഞ്ച് ഉണ്ട്, ലോണൊന്നും കൊടുക്കുന്നില്ല, കാര്യമുണ്ടോ, ഇല്ല. ബ്രാഞ്ചുകൾ ഗ്രാമീണ മേഖലയിൽ വരുന്നതൊപ്പം തന്നെ ലോണുകൾ ഡിസ്ബേഴ്സ് ചെയ്യപ്പെടണം ടു ഡിഫറെന്റ് സെക്ടേഴ്സ് ഓഫ് സൊസൈറ്റി ഓർ ഡിഫറെന്റ് അൺകവേർഡ് സെക്ഷൻസ്. ഇതുവരെ ലോണിന് കിട്ടാത്ത ഏരിയകളിൽ അല്ല ലോൺ ലഭിക്കാത്ത ആളുകൾക്ക് എന്ത് കിട്ടണം, ലോണ് പോകണം. ആൻഡ് അങ്ങനെ വന്നൊരു സ്കീമാണ് ലീഡ് ബാങ്ക്. സോ ലീഡ് ബാങ്ക് സ്കീം റെക്കമെൻഡ് ചെയ്യുന്നത് DR ഗാഡ്ഗിൽ സ്റ്റഡി ഗ്രൂപ്പ് ആണ്. സോ ധനഞ്ജയ് രാമചന്ദ്ര ഗാഡ്ഗിൽ, അതാണ് DR ഗാഡ്ഗിൽ, ധനഞ്ജയ് രാമചന്ദ്ര ഗാഡ്ഗിൽ. ആൻഡ് DR ഗാഡ്ഗിൽ സ്റ്റഡി ഗ്രൂപ്പ് ആണ് 69 ഈ പറഞ്ഞ ലീഡ് ബാങ്ക് സ്കീം റെക്കമെൻഡ് ചെയ്യുന്നു. ആൻഡ് ഇൻ ദിസ് ലീഡ് ബാങ്ക് സ്കീം നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ will allot every district to a public sector bank. ഇന്ത്യയിലെ ഒരു പൊതുമേഖലാ ബാങ്കിന്, ഇന്ത്യയിലെ ഒരു നാഷണലൈസ്ഡ് ബാങ്കിന് ഒരു ജില്ല, ഇന്ത്യയിലെ എല്ലാ ജില്ലകളും ഡിഫറെന്റ് ബാങ്കുകൾക്ക് അസൈൻ ചെയ്യും. സോ എന്താ പറഞ്ഞേ, ഇൻ ദ ലീഡ് ബാങ്ക് സ്കീം RBI will assign different districts in India to different nationalized banks. ഇന്ത്യയിലെ ഡിഫറെന്റ് നാഷണലൈസ്ഡ് ബാങ്കുകൾക്ക് ഇന്ത്യയിലെ ഓരോ ജില്ലകൾ എന്ത് ചെയ്യുന്നു, RBI അസൈൻ ചെയ്യുകയാണ്. അതായത് ഉദാഹരണം പറയുമ്പോൾ ട്രിവാൻഡ്രത്തെ ലീഡ് ബാങ്ക് ഓവർസീസ് ബാങ്ക് ആയിരുന്നു, ഓവർസീസ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു തിരുവനന്തപുരത്തെ ലീഡർ ബാങ്ക്. പത്തനംതിട്ട പറയുകയാണെങ്കിൽ SB ആണ് പത്തനംതിട്ട ജില്ലയുടെ. സോ ഓരോ ജില്ലയും
ഓരോ ലീഡർ ബാങ്കിന് എന്ത് ചെയ്യുകയാണ്? RBI അസൈൻ ചെയ്യുക. ലീഡർ എന്ന് പറയുമ്പോൾ എന്താ? ലീഡർ, അതാണ് നേതാവ് എന്ന് പറഞ്ഞ പോലെ. സോ ഇൻ ദിസ് ലീഡ് ബാങ്ക് സ്കീം, every district is assigned to different nationalized bank, and ഈ നാഷണലൈസ്ഡ് ബാങ്ക് ആ ജില്ലയെ പറ്റി എന്ത് ചെയ്യും? അസസ് ചെയ്യും. They will conduct surveys, they will conduct studies, and they will recommend the lending of loans to different sectors to different banks. അതായത് ഇപ്പൊ ഉദാഹരണം പറയുമ്പം SBI ആണ് പത്തനംതിട്ട ജില്ലയുടെ ലീഡർ ബാങ്ക്. സോ എന്ത് ചെയ്യും? SBI പത്തനംതിട്ട ജില്ലയെ പറ്റി അസസ് ചെയ്യും. ഇവിടെ ഏതൊക്കെ മേഖലയിലേക്ക് ലോൺ കിട്ടുന്നുണ്ട്, ഏതൊക്കെ മേഖലയിലേക്ക് ലോൺ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലയിലേക്കാണ് ലോൺ അത്യാവശ്യമുള്ളത്, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? SBI അസസ് ചെയ്യുന്നു. അതിനുശേഷം പത്തനംതിട്ട ജില്ലയിലുള്ള മറ്റ് ബാങ്കുകളോട് SBI റിക്വസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യും, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറഞ്ഞ കാർഷിക മേഖലയ്ക്ക് ലോൺ കൊടുക്കുക, അല്ലെങ്കിൽ വുമണ് കൊടുക്കുക എന്നിങ്ങനെ ഏതൊക്കെ മേഖലയ്ക്കാണോ ലോൺ ലഭിക്കാത്തത്, ഏതൊക്കെ മേഖലയാണോ തഴയപ്പെട്ടത്, ആ മേഖലകൾക്ക് കൃത്യമായ ലോൺ ഉണ്ടെന്ന് എന്ത് ചെയ്യുക, ലോൺ ലഭിക്കുന്നുണ്ടെന്ന് എന്ത് ചെയ്യുക, ഈ ലീഡർ ബാങ്ക് എൻഷുർ ചെയ്യുക. അത് സ്വമേധ കൊടുക്കണം. അതിനൊപ്പം തന്നെ മറ്റ് ബാങ്കുകളോട് എന്ത് ചെയ്യണം? റെക്കമെൻഡ് ചെയ്യണം. അങ്ങനെ മറ്റ് ബാങ്കുകൾ SBI നിർദ്ദേശപ്രകാരം SBI പറയുന്ന മേഖലയിലേക്ക് എന്ത് ചെയ്യും? ലെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇതാണ് ലീഡ് ബാങ്ക് സ്കീം എന്ന് പറയുന്നത്. സോ ലീഡ് ബാങ്ക് സ്കീം എന്ന് പറയുമ്പോൾ ഒരു ലീഡർ ബാങ്കാണ്. ആ ബാങ്ക് എന്ത് ചെയ്യുന്നു? ആ ജില്ലയുടെ ക്രെഡിറ്റ് എക്സ്പാൻഷൻ, ആ ജില്ലയിലുള്ള ക്രെഡിറ്റ് എക്സ്പാൻഷൻ അത് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നു. സോ ഈ ലീഡ് ബാങ്ക് സ്കീം നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് എ ടോപ്പ് ബോട്ടം അപ്രോച്ച് ആണ്. ടോപ്പ് ബോട്ടം അപ്രോച്ച് ആണ് എന്ന് വെച്ചാൽ എന്താ? ഒരു ജില്ലാ തലത്തിൽ ഒരു ലീഡർ ബാങ്ക് ഉണ്ട്, ഒരു ടോപ്പ് ലെവൽ ബാങ്ക് ഉണ്ട്. ആ ടോപ്പ് ലെവൽ ബാങ്ക് ആണ് എന്ത്? താഴെത്തട്ടില് റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ടോപ്പ് ബാങ്ക് താഴേക്കുള്ള ബാങ്കിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള താഴേക്ക് എന്ത് ചെയ്യുന്നു? ലോൺ ഡിസ്ബേഴ്സിൽ അവസരം ഒരുക്കുന്നു. അതാണ് ലീഡ് ബാങ്ക്. ഇതേപോലെ വേറൊരു സ്കീമുണ്ട്, സർവീസ് ഏരിയ അപ്രോച്ച്. സർവീസ് ഏരിയ അപ്രോച്ച് ആക്ച്വലി പറഞ്ഞാൽ ഈ ലീഡ് ബാങ്ക് സ്കീമിന്റെ ഒരു അപ്ഡേഷൻ ആണ്. ലീഡ് ബാങ്ക് സ്കീമിന്റെ ഒരു അപ്ഡേഷൻ വരുന്നതാണ് സർവീസ് ഏരിയ അപ്രോച്ച്. സർവീസ് ഏരിയ അപ്രോച്ച് എന്ന് പറയുമ്പോൾ എവറി ബാങ്ക് ഇൻ എ ലൊക്കാലിറ്റി, ഇപ്പം ഒരു 10 to 15 വില്ലേജസ്, 10 to 15 വില്ലേജസ് ഒരു ബാങ്കിന്റെ കീഴിൽ ഒരു ബാങ്ക് സെർവ് ചെയ്യുന്ന ഏരിയ, ഒരു ബാങ്ക് സെർവ് ചെയ്യുന്ന ഏരിയ ഉണ്ടല്ലോ, അതാണ് സർവീസ് ഏരിയ ഉദ്ദേശിക്കുന്നത്. അത് ഓൾമോസ്റ്റ് 10 to 15 വില്ലേജസ് വരും, ഒരു ചെറിയ ലൊക്കാലിറ്റി ആയിരിക്കും. അവിടെ എന്ത് ചെയ്യും? ഈ ബാങ്ക് അസസ് ചെയ്യുന്നു. സർവീസ് ഏരിയയിൽ ഒരു ബാങ്ക് അസസ് ചെയ്യുന്നു. അവിടെ ഏതൊക്കെ മേഖലയിൽ ലോൺ കിട്ടാറുണ്ട്, ഉദാഹരണം പറയുമ്പോൾ അവർ അസസ് ചെയ്യുമ്പോൾ കാണുകയാണ് അവിടെ ധാരാളം MSMEകളുണ്ട്. എന്താ MSME? മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസ് ഉണ്ട്. പക്ഷെ അവർക്ക് എന്ത് കിട്ടുന്നില്ല? ലോൺ ലഭിക്കുന്നില്ല. സോ എന്ത് ചെയ്യുക? അവർക്ക് വേണ്ടി സ്പെഷ്യൽ സ്കീംസ് കൊണ്ടുവരാം, ലോൺ മേള നടത്താം. അതുപോലെ നിങ്ങൾ കണ്ടു കാണുമല്ലോ ഇടയ്ക്കൊക്കെ ഈ ലോൺ മേള എന്നൊക്കെ പറഞ്ഞ് കാണാം. ഓരോ ബാങ്കിലൊക്കെ പോകുമ്പോഴേ ലോൺ മേള, കാർഷിക ലോൺ മേള, അല്ലെങ്കിൽ സംരംഭങ്ങൾക്ക് ലോൺ മേള എന്നൊക്കെ പറഞ്ഞ് നടത്തും. അതങ്ങനെ വരുന്നേ ഈ റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ്. കാരണം എല്ലാ ബാങ്കും കാണത്തില്ലത്, എല്ലാ ജില്ലയിലും കാണുന്നില്ല, ഡിഫറെന്റ് ജില്ലയിലൊക്കെ അത് വരും. അത് കാരണം എന്ന് വെച്ചാൽ ഈ പഠനാടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ഈ സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് അങ്ങനെ കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ നോക്കുവാണെങ്കിൽ സർവീസ് ഏരിയ അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി ലീഡ് ബാങ്കിന്റെ ഒരു എന്താ ബോട്ടം ലെവൽ വരുന്ന സ്കീമാണ്, അല്ലെങ്കിൽ ബോട്ടം ലെവൽ അപ്രോച്ച് ആണ്. സോ ലീഡ് ബാങ്ക് സ്കീം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി എ ടോപ്പ് ലെവൽ അപ്രോച്ച്, മുകളിൽ നിന്ന് താഴേക്ക് ഡിക്റ്റേറ്റ് ചെയ്യുന്നു. സർവീസ് ഏരിയ അപ്രോച്ച് എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ്സ് ആക്ച്വലി എ ബോട്ടം ലെവൽ അപ്രോച്ച് ആണ്. ബോട്ടം ലെവൽ അപ്രോച്ച്, അതായത് താഴെത്തട്ടില് ഉള്ള ഒരു ബാങ്ക്, റീജിയനിൽ വരുന്ന ഒരു ബാങ്ക്, ആ റീജിയൻ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഉദാഹരണം പറയുമ്പോൾ പമ്പലത്ത് SBI. സോ ആ പമ്പലത്ത് ഡിഫറെന്റ് വില്ലേജസ് ഉണ്ടല്ലോ, ആ വില്ലേജ് സെർവ് ചെയ്യുന്ന ഈ ഒരു ബാങ്ക് ആയിരിക്കും. സോ പന്തളം ഭാഗത്തുള്ള ഈ പറഞ്ഞ SBI അവരെന്ത് ചെയ്യുന്നു? അവിടെ അസസ് ചെയ്യുന്നു, ആ ലൊക്കാലിറ്റി അസസ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ ലോണുകളെ പറ്റിയുള്ള ഏതൊക്കെ ലോൺ വേണം, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലയിൽ ലോൺ വേണം എന്നെന്ത് ചെയ്യുന്നു? കാരണം സർവീസ് ഏരിയ പ്രശ്നം. Then there is priority sector lending, മുൻഗണന മേഖല ലെൻഡിങ്, പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചു കേൾക്കാം. ഇത് നമ്മുടെ ഇന്ത്യയിലെ
ഒരു ബാങ്ക്, ഇന്ത്യയിലെ ഒരു ബാങ്ക് ലെൻഡ് എന്ന് വെച്ചോ, ഒരു വർഷം സപ്പോസ് 100 കോടി രൂപ കടം കൊടുത്തു. ഒരു ബാങ്ക് 100 കോടി രൂപ ഒരു വർഷം ലെൻഡ് ചെയ്തു. ലെൻഡ് ചെയ്യുമ്പോൾ ഈ ലെൻഡ് എമൗണ്ടില് ഒരു നിശ്ചിത ശതമാനം, അതായത് ഈ ലെൻഡ് എമൗണ്ടില് 40% RBI പറയുന്ന, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്ന മുൻഗണനാ മേഖലകൾക്ക് നൽകിയിരിക്കണം. ആ കണ്ടീഷൻ. അതായത് 2022-23 കാലഘട്ടത്തിൽ ഒരു ബാങ്ക് 100 കോടി രൂപ മൊത്തത്തിൽ ലെൻഡ് ചെയ്തു, കടം കൊടുത്തു. 100 കോടി കടം കൊടുക്കുന്നെങ്കിൽ അതിൽ 40% എന്ന് വെച്ചാൽ എത്ര? 40 കോടി. ഈ 40 കോടി റിസർവ് ബാങ്ക് പറയുന്ന മുൻഗണനാ മേഖലയ്ക്ക് നൽകിയിരിക്കണം. മിനിമം ആണ്, അത് കൂടുതലാവാം. സപ്പോസ് 100 കോടി കൊടുത്തു, അതിൽ 50 കോടി മുൻഗണനാ മേഖലയ്ക്ക്, കുഴപ്പമില്ല. പക്ഷെ മിനിമം എന്ത് ചെയ്യണം? മിനിമം 40 കോടി ഈ മുൻഗണനാ മേഖലകൾക്ക് നൽകിയിരിക്കണം. അതാണെന്ത്? പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്. സോ നമ്മൾ നേരത്തെ കണ്ട ലീഡ് ബാങ്ക് സ്കീം, സർവീസ് ഏരിയ അപ്രോച്ച്, പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്, ഇവയെല്ലാം ആരുടെ ഇനിഷ്യേറ്റീവ് ആണ്? RBIയുടെ ഇനിഷ്യേറ്റീവ് ആണ്. RBIയുടെ ആണ് ഇനിഷ്യേറ്റീവ് നടന്നിരിക്കുകയാണ്. സോ വി ക്യാൻ സി 40% ഓഫ് ടോട്ടൽ ക്രെഡിറ്റ് ഓഫ് എ ബാങ്ക് ഇൻ ആൻ ഇയർ, ഒരു വർഷത്തെ, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു ബാങ്ക് കൊടുക്കുന്ന മൊത്തം കടത്തിന്റെ 40%. ദിസ് ഈസ് ഫോർ കൊമേഴ്ഷ്യൽ ബാങ്ക്, നമ്മുടെ ഇന്ത്യയിലുള്ള സ്വകാര്യ ബാങ്കുകൾ, അതുപോലെ നമ്മുടെ പൊതുമേഖല ബാങ്കുകൾ, ഫോറിൻ ബാങ്കുകൾ, ഇവർക്കെല്ലാം എന്താണ്? ഇതാണ് ലിമിറ്റ്, 40% ഓഫ് ടോട്ടൽ ക്രെഡിറ്റ്. നേരെ മറിച്ച് നമ്മൾ പിന്നെ പഠിക്കും, there are some special banks like ഗ്രാമീൺ ബാങ്ക്. കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഗ്രാമീൺ ബാങ്ക്. Did anyone hear ഗ്രാമീൺ ബാങ്ക്? എക്സാമ്പിൾ പറയാമോ? ഗ്രാമീൺ ബാങ്കിന് എക്സാമ്പിൾ. ഓർ ഇറ്റ് ഈസ് കോൾഡ് ആസ് RRB എന്ന് പറയും. ഗ്രാമീൺ ബാങ്ക് അല്ലെങ്കിൽ RRB, റീജിയണൽ റൂറൽ ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക് ഓർ ഗ്രാമീൺ ബാങ്ക്. എക്സാമ്പിൾ ഉണ്ടല്ലോ, KGB, ഇവിടെ കേരള ഗ്രാമീൺ ബാങ്ക് കേട്ട് കാണുമല്ലോ. സോ കേരള ഗ്രാമീൺ ബാങ്ക് ഓർ RRB, റീജിയണൽ റൂറൽ ബാങ്ക്. ആൻഡ് യു ക്യാൻ സി ദിസ് കേരള ഗ്രാമീൺ ബാങ്ക് പോലുള്ള ബാങ്കുകൾക്ക് ദ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് 40 ബട്ട് ഇറ്റ് ഈസ് 75 ആണ്. സോ കേരള ഗ്രാമീൺ ബാങ്ക് ഒരു വർഷം 100 കോടി കടം കൊടുക്കുകയാണെങ്കിൽ 75% ആർക്ക് കൊടുക്കണം? ഈ മുൻഗണന മേഖലയ്ക്ക് കൊടുക്കണം. അതുപോലെ there is another bank called SFB, സ്മോൾ ഫിനാൻസ് ബാങ്ക്. സ്മോൾ ഫിനാൻസ് ബാങ്കും ഇതുപോലെ ലെൻഡ് ചെയ്യുമ്പോൾ we can see they have to lend 75% of credit to priority sector. So small finance bank, ഗ്രാമീൺ ബാങ്ക്, ഇവർക്കൊക്കെ എന്താണ്? ഈ ലിമിറ്റ് വ്യത്യാസമാണ്. സോ ഇന്ത്യയിലെ ഡിഫറെന്റ് ബാങ്കുകൾക്ക് ഡിഫറെന്റ് ലിമിറ്റ് ആണ് എന്ത് RBI പ്രപ്പോസ് ചെയ്യുന്നത്. ആൻഡ് സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ഒരു എക്സാമ്പിൾ ആണ് SAF. കേട്ടിട്ടുണ്ടോ നിങ്ങള്? SAF സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് കാണാം. വ്യത്യസ്തം ഞാൻ പറയാം പിന്നീട് പറയാം ഞാൻ എന്താണ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, എന്താണ് RRB, എന്താണ് പേയ്മെന്റ് ബാങ്ക് ഒക്കെ നമ്മൾ പറയും പിന്നീട്. സോ അറിഞ്ഞിരിക്കും ഇപ്പോൾ തൽക്കാലം മുൻഗണനാ മേഖല ലെൻഡിങ് എന്താണ്. നോർമൽ കേസ് പറയുമ്പോൾ ഇൻ ജനറൽ ടേംസ് സാധാരണ ഒരു ബാങ്ക്, പൊതുമേഖലാ ബാങ്ക്, സ്വകാര്യ ബാങ്ക് എന്ന് പറയുന്ന നോർമൽ ബാങ്ക് എടുക്കുമ്പോൾ 40% ഓഫ് ടോട്ടൽ ലോൺ ഷുഡ് ബി ഗിവൺ ടു പ്രയോറിറ്റി സെക്ടേഴ്സ്. ആൻഡ് ദീസ് ആർ ദ 8 പ്രയോറിറ്റി സെക്ടേഴ്സ്: അഗ്രികൾച്ചർ, MSME, എഡ്യൂക്കേഷൻ, എക്സ്പോർട്ട് ക്രെഡിറ്റ്, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, ഹൗസിംഗ്, then renewable energy, then weaker sessions. സോ ഏതൊക്കെയാണ്? അഗ്രികൾച്ചർ, കാർഷിക മേഖല വരുന്നുണ്ട്, then MSME ഉണ്ട്, എക്സ്പോർട്ട് ക്രെഡിറ്റ് ഉണ്ട്, എഡ്യൂക്കേഷൻ, ഹൗസിംഗ്, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, റിന്യൂവബിൾ എനർജി, then അതേഴ്സ് ഇവിടെ വരുന്നത് വീക്കർ സെഷൻ ആണ്. അതിനകത്ത് SC/ST കമ്മ്യൂണിറ്റി വരുന്നുണ്ട്, then ഡിസേബിൾഡ് വരുന്നുണ്ട്, then മൈനോറിറ്റീസ് വരുന്നുണ്ട്. അതാണ് 8 കാറ്റഗറി. ഈ 8 കാറ്റഗറി അറിഞ്ഞിരിക്കുക, ഇമ്പോർട്ടന്റ്, വെരി ഇമ്പോർട്ടന്റ്. You have to know the 8 categories. Next scheme, DRI scheme, differential rate of interest scheme. So ഈ സ്കീം പറയുന്നത് ഒരു ബാങ്ക്
തൊട്ട് മുന്നേ വർഷം ലെൻഡ് ചെയ്തതിന്റെ 1%. അതാ പറഞ്ഞേ, ഒരു ബാങ്ക് തൊട്ട് മുന്നേ വർഷം, അതായത് ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ ലെൻഡ് ചെയ്തതിന്റെ 1%, കറന്റ് ഫിനാൻഷ്യൽ ഇയറിൽ 4% പലിശ നിരക്കില് ഗവൺമെന്റ് RBI പറയുന്ന വീക്കർ സെഷൻസിന് പ്രൊവൈഡ് ചെയ്യണം. വി ക്യാൻ സി എന്താ പറഞ്ഞേ, സപ്പോസ് 2019-20, 2020-21, ദീസ് ആർ 2 ഫിനാൻഷ്യൽ ഇയേഴ്സ്. സപ്പോസ് ഒരു ബാങ്ക് 2019-20 100 കോടി രൂപ ലെൻഡ് എന്ന് വിചാരിക്കുക. സോ 2019-20 100 കോടി രൂപ ഒരു ബാങ്ക് ലെൻഡ് ചെയ്തു എങ്കിൽ 2020-21 1% ഓഫ് ദിസ് എമൗണ്ട്, തൊട്ട് മുന്നേ വർഷം ലെൻഡ് ചെയ്തതിന്റെ 1%. സോ 1% ഓഫ് 100 കോടി, അതായത് 1 കോടി രൂപ. കറന്റ് ഫിനാൻഷ്യൽ ഇയറിൽ എന്ത് ചെയ്യണം? RBI പറയുന്ന ലോ ഇൻകം ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ വീക്കർ സെഷൻസിന് എന്ത് ചെയ്യുക? ലെൻഡ് ചെയ്യുക. സോ ഇതിലെ SCST കാറ്റഗറി അതാണ് പ്രധാനമായിട്ടും വരുന്നത്. നോക്കുവാണെങ്കിൽ ഈ 1 കോടിയിൽ 40% SC/ST കാറ്റഗറിക്കാണ് ലെൻഡ് ചെയ്യപ്പെടുന്നത്. ആൻഡ് വലിയ എമൗണ്ട് അല്ല കേട്ടോ, നിങ്ങൾ വിചാരിക്കും വലിയ എമൗണ്ട് ആണെന്ന്. വലിയ എമൗണ്ട് അല്ല. പെർ പേഴ്സണ് കിട്ടുന്ന പരമാവധി തുക എന്ന് പറഞ്ഞാൽ 15,000 ഒക്കെയാണ്. 15,000 രൂപയൊക്കെയാണ് എന്ത് ഈ 4% പലിശ നിരക്കിൽ പൊതുവെ കൊടുത്തു വരുന്നത്. 15,000 അപ് ടു 15,000 ഒക്കെയാണ് പൊതുവെ ഈ 4% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റില് DRA സ്കീം പ്രകാരം കൊടുക്കുന്നത്. DRA സ്കീം പ്രകാരം അല്ലാതെ വേറെ സ്കീംസ് എന്താ ഉണ്ടാവും? ഞാൻ നേരത്തെ പറഞ്ഞ അഗ്രി ഗോൾഡ് ലോണൊക്കെ പറഞ്ഞില്ലേ, അതുണ്ടാവും. ഈ പറഞ്ഞ DRA സ്കീം പ്രകാരം പറയുന്നത് വലിയ എമൗണ്ട് അല്ല. ഈ പറഞ്ഞ 15,000 ഒക്കെയാണ് പൊതുവിൽ DRA സ്കീം പ്രകാരം കൊടുക്കുന്നത്. ആ 4% പലിശ നിരക്ക് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് സർവീസ് ഏരിയ അപ്രോച്ച്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതാണ് പ്രധാനമായിട്ടും ഒരു ബോട്ടം ലെവൽ അപ്രോച്ച് വരുന്നതാണ് സർവീസ് ഏരിയ അപ്രോച്ച്. ആൻഡ് ഇത് എന്തിനാ? നമ്മുടെ ലീഡ് ബാങ്ക് സ്കീമിന്റെ ഒരു ലോവർ ലെവൽ അപ്രോച്ച് ആയിട്ട് പറയാൻ പറ്റുന്ന ഇനിഷ്യേറ്റീവ് ആണ്. സോ ഇത് ലീഡ് ബാങ്ക് സ്കീം വരുന്നത് 69-ലാണ്. അത് ടോപ്പ് ലെവൽ അപ്രോച്ച് ആണ്. അതിന്റെ അപ്ഡേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഇംപ്രൂവ്മെന്റ് ആയിട്ട് പറയാം സർവീസ് ഏരിയ അപ്രോച്ച്. ലീഡ് ബാങ്ക് സ്കീം ടോപ്പ് ലെവൽ മാത്രം നോക്കുന്നു, അവിടെ നിങ്ങൾ ഇട്ടിട്ട് ആണ് എല്ലാവരോടും ചെയ്യുന്നു പറഞ്ഞിട്ട്. ഇതെന്താണ്? ഇവർ തന്നെ താഴെത്തട്ടിൽ സെർച്ച് ചെയ്യുന്നു, എന്നിട്ട് അവരെന്താ ആ പറഞ്ഞ ഏരിയയിലെ ലൊക്കാലിറ്റിയിലുള്ള ക്രെഡിറ്റ് ക്രിയേഷൻ അല്ലെങ്കിൽ ആ ലൊക്കാലിറ്റിയിലെ ബാങ്കുകൾക്ക് ആ ലൊക്കാലിറ്റിയിലുള്ള ആളുകൾക്ക്, മേഖലകൾക്ക് ക്രെഡിറ്റ് കൃത്യമായി ലഭിക്കുന്നുണ്ടെന്ന് എന്ത് ചെയ്യുന്നു? ഉറപ്പുവരുത്തുന്നു. ഓക്കെ, ആ ഇയർ ഒന്ന് ഓർത്ത് വെക്കുക. 69-ഉം ഇത് 89-ഉമാണ്. So then the major change or the major event that happened in Indian bank history is the creation of Narasimha Committee ആണ്. 1991-ലാണ് ഈ കമ്മിറ്റി ആദ്യം വരുന്നത്. The 2 കമ്മിറ്റി ഉണ്ട്. നരസിംഹ കമ്മിറ്റി 1 ഉണ്ട്, നരസിംഹ കമ്മിറ്റി 2 ഉണ്ട്. ആദ്യം വരുന്ന നരസിംഹ കമ്മിറ്റി ഇന്ത്യയിലെ ഓവറോൾ ഫിനാൻഷ്യൽ മേഖലയാണ് എയിം ചെയ്തത്. ഇന്ത്യയിലെ പൊതുവിലുള്ള ധനകാര്യ മേഖലയിലെ റെക്കമെൻഡേഷൻ ആണ് ഫസ്റ്റ് കമ്മിറ്റി എയിം ചെയ്യുന്നത്. So the first committee aimed to recommend measures improve the financial system as a whole. ഇന്ത്യയിലുള്ള ധനകാര്യ മേഖല മൊത്തത്തിലൊരു ഉടച്ചു വാർക്കാനാണ് ഫസ്റ്റ് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുന്നത്. 1998-ലെ കമ്മിറ്റി, and this committee is also known as Bank Sector Committee. ബാങ്കിങ് സെക്ടർ കമ്മിറ്റി എന്ന് ഈ കമ്മിറ്റി അറിയപ്പെടാറുണ്ട്. അതുപോലെ നമ്മൾ ഈ കാണുന്ന ലയനം ഉണ്ടല്ലോ, ബാങ്കുകളുടെ ലയനം. ആൻഡ് ഈ കമ്മിറ്റി പറയുന്നത് ഇന്ത്യയില് നോക്കുമ്പോ ഇന്ത്യയിലെ പൊതുമേഖല ബാങ്കുകളുടെ സൈസ് ഈസ് ലെസ്, ചെറുതാണ്. ഇന്ത്യയിലെ പൊതുമേഖല ബാങ്കുകൾ ധാരാളം ഉണ്ടെങ്കിലും ഇവിടെ സൈസ് എന്താണ്? ചെറുതാണ്. നമുക്ക് വേണ്ടത് ഇന്ത്യയിൽ വി നീഡ് ടു എസ്റ്റാബ്ലിഷ് ലാർജ് സൈസ്ഡ് ബാങ്ക്സ്. വലിയ സൈസുള്ള ബാങ്കുകൾ എന്ത് ചെയ്യുക? എസ്റ്റാബ്ലിഷ് ചെയ്യുക. ആൻഡ് ഈ ബാങ്കുകൾ ഇന്റേണലി കോമ്പീറ്റ് ചെയ്യണം, അതുപോലെ എക്സ്റ്റേണലി കോമ്പീറ്റ് ചെയ്യണം. പ്രധാനമായിട്ടും ഗ്ലോബൽ റീച്ച് ഉണ്ടാവണം. ഇന്ത്യയിലെ ഒരു വലിയ സൈസ് ബാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഗ്ലോബലി മറ്റു ബാങ്കുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കോമ്പീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മൾ തന്നെ പറഞ്ഞല്ലോ, SBIയുടെ ലയന ശേഷമാണ് 2017 SBIയുടെ ലയനത്തിന് ശേഷമാണ് എന്ത് SBI ഗ്ലോബൽ ടോപ്പ് 100 ലിസ്റ്റിനകത്ത് ഉൾപ്പെടുന്നത്. അതിന് മുന്നേ SBI ഇല്ല, 100 ബാങ്കിനകത്ത് ഇല്ല. സോ only after the merger of SBI with associate banks we could see
there was inclusion of SBI in top 100 bank list. അതിന് മുന്നേ എന്താ ആ ഇൻക്ലൂഷൻ അവിടെ കാണാൻ കഴിയില്ല. സോ ഇന്ത്യയിലെ ലാർജ് സൈസ്ഡ് ബാങ്കുകൾ, ഉയർന്ന അല്ലെങ്കിൽ ലാർജ് ക്യാപിറ്റലുള്ള ലാർജ് ബിസിനസ് വോളിയം ഉള്ള ബാങ്കുകൾ എന്ത് ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഇങ്ങനെയുള്ള ബാങ്കുകൾ എന്ത് ചെയ്യുക, ഇന്ത്യക്കകത്ത് കോമ്പീറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ വിദേശ മാർക്കറ്റ് ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ് എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. അത് ഈ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ആൻഡ് യു ക്യാൻ സി ഇതേ സെയിം കമ്മിറ്റി ഹാസ് റെക്കമെൻഡഡ് ദാറ്റ് ഇന്ത്യയിലെ ബാങ്കുകളെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. ഒന്ന് ഗ്ലോബൽ കോമ്പീറ്റ് ചെയ്യുന്ന ബാങ്കുകൾ, ദെൻ നാഷണൽ ലെവലിൽ കോമ്പീറ്റ് ചെയ്യുന്ന ബാങ്കുകൾ, ദെൻ റീജിയണൽ ലെവലിൽ കോമ്പീറ്റ് ചെയ്യുന്ന ബാങ്കുകൾ. സോ ഗ്ലോബൽ ലെവൽ കോമ്പീറ്റ് ചെയ്യുന്നത്, ദെൻ റീജിയണൽ ലെവൽ കോമ്പീറ്റ് ചെയ്യുന്ന, ദെൻ നാഷണൽ ലെവൽ കോമ്പീറ്റ് ചെയ്യുന്ന എന്ന രീതിയിൽ എന്ത് ചെയ്യുക, ബാങ്കുകളെ അറേഞ്ച് ചെയ്യാൻ പറയുന്നുണ്ട്. ആൻഡ് യു ക്യാൻ സി കറന്റ്ലി നടന്ന മേജർ, 2020 നടന്ന മേജർ, ഈ റെക്കമെൻഡേഷൻ എല്ലാം ഒരു രീതിയിൽ ഫോളോ ചെയ്യുന്ന പോലെ ആയിരുന്നു. 2020 നമ്മൾ കണ്ട മേജർ, യു ക്യാൻ സി ഗവൺമെന്റ് വാസ് ആക്ച്വലി following the recommendations of this committee. Okay, so that was about the Narasimhan committee. Then there was the merger of banks in India. So SBI associate banks ആയിട്ട് merge ചെയ്യുന്നുണ്ട്. And ഈ associate banks-നകത്ത് you may see a bank called Bharatiya Mahila Bank. Bharatiya Mahila Bank എന്നൊരു ബാങ്ക് കാണാം, കണ്ടോ? So Bharatiya Mahila Bank was the first woman-centric bank in India, or India became the third country to have a first woman-centric bank, to have a woman-centric bank in the world. So woman-centric ആയിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇനിഷ്യേറ്റ് ചെയ്തൊരു ബാങ്ക് ആയിരുന്നു. 2013 ഭാരതീയ മഹിളാ ബാങ്ക് ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. നമ്മുടെ തിരുവനന്തപുരത്ത് ഇതിന്റെ ഒരു ബ്രാഞ്ച് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് വെള്ളാമ്പത്ത് മറ്റുമായിരുന്നു. തിരുവനന്തപുരത്തും ഈ പറഞ്ഞ ഭാരതീയ മഹിളാ ബാങ്കിന്റെ ഒരു ബ്രാഞ്ച് ഉണ്ടായിരുന്നു. സോ 2013 ഭാരതീയ മഹിളാ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ്, അല്ലെങ്കിൽ ഇറ്റ് വാസ് ഫൗണ്ടഡ് ഓൺ ദ ബർത്ത്ഡേ ഓഫ് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ ജന്മദിവസമാണ് ഈ ഒരു ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഈ ബാങ്കിന് പ്രത്യേകത, ഇതിലെ സ്റ്റാഫുകൾ വുമൺ ആയിരിക്കും. അതുപോലെ ഈ ബാങ്കിന് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വുമണിന് വേണ്ടിയുള്ള ഡിഫറെന്റ് സ്കീംസ്, സ്പെഷ്യൽ സ്കീംസ് ഒക്കെ ഈ പറഞ്ഞ ഭാരതീയ മഹിളാ ബാങ്ക് ലോഞ്ച് ചെയ്യുന്നുണ്ട്. വുമൺ എന്റർപ്രണേഴ്സ്, അതുപോലെ വുമൺ സംരംഭകർ, അവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ സ്കീംസ്, അതുപോലെ ഈ ലോൺ, എഡ്യൂക്കേഷൻ ലോൺ വേണ്ടിയും, അങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ സ്കീംസ് ഒക്കെ ഈ ബാങ്ക് ലോഞ്ച് ചെയ്യുന്നുണ്ട്. എന്നാൽ പിൽക്കാലത്ത് 2017 ഭാരതീയ മഹിളാ ബാങ്ക് എന്ത് ചെയ്തു, SBIയിലേക്ക് മെർജ് ചെയ്തു. സോ എന്തിനാണോ ഈ ബാങ്ക് രൂപീകരിച്ചത്, ആ ഉദ്ദേശം തന്നെ, ആ എയിം തന്നെ എന്താ, അതോടെ ഇല്ലാണ്ടായി. കാരണം എന്താ, പണ്ട് ഭാരതീയ മഹിളാ ബാങ്ക് എന്ന് പറയുമ്പോൾ വുമൺ സെൻട്രിക് ബാങ്ക് ആയിരുന്നെങ്കിൽ ഇപ്പൊ എന്താണ്, അത് നോർമൽ ഒരു ബാങ്കായി, SBI പോലെ SBI ബാങ്ക് ആയിട്ട് മാറി. സോ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് ബാങ്ക് വാസ് ലോസ്റ്റ് ബൈ ദിസ് മെർജർ എന്ന് കാണാം. ആൻഡ് ലോകത്തിൽ ആദ്യമായിട്ട് ഒരു വുമൺ സെൻട്രിക് ബാങ്ക് കൊണ്ടുവന്ന കൺട്രി എന്നറിയാമോ? Can you say which is the country which launched the first woman-centric bank in the world? നമ്മുടെ ലോകത്തിൽ ആദ്യമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായി ഒരു ബാങ്ക് തുടങ്ങിയ കൺട്രി എന്നറിയാമോ? The first woman bank in the world was launched by which country? പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ. ഞാൻ ഇന്ത്യ അല്ലല്ലോ, ഇത് ഞാൻ പറഞ്ഞ തേർഡ് ആണെന്ന് പറഞ്ഞു. ഇന്ത്യ തേർഡ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലേ ഉള്ളൂ. ഇന്ത്യ തേർഡ് ആണെന്ന് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇപ്പൊ ഇറ്റ് ഈസ് പാകിസ്ഥാൻ. So you can see Pakistan was the first country to launch a woman-centric bank in the world. First woman-centric bank in the world. അത് കഴിഞ്ഞ് ടാൻസാനിയ, then third ഇന്ത്യ. ഇപ്പൊ അതില്ല, ആ ബാങ്ക് പോയി. ആ ഉദ്ദേശം തന്നെ എന്താ, അതുള്ളി ഇല്ലാണ്ടായി. Then next was the merger of Vijaya and Dena Bank. So Bank of Baroda-ലേക്ക് Vijaya and Dena Bank merge ചെയ്തു 2019. Then 2020 Syndicate Bank was merged with Canara Bank. Then Andhra Bank and Corporation Bank was merged with Union Bank. Allahabad Bank was merged with Indian Bank. Oriental Bank of Commerce and United Bank was merged with PNB. And you can see Indian history on the, അല്ലെങ്കിൽ Indian economic history on the ഏറ്റവും വലിയ ലയനമായിരുന്നു 2020 ബാങ്കിന്റെ ലയനം.
സോ സിൻഡിക്കേറ്റ് ബാങ്ക്, അതുപോലെ ആന്ധ്ര ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക്, അലഹബാദ് ബാങ്ക്, OBC, യുണൈറ്റഡ് ബാങ്ക്, ഇതിന് ധാരാളം ബാങ്കുകൾ അവിടെ ഇല്ലാണ്ടായി. ആൻഡ് ഇതില് മേർജ് ചെയ്യപ്പെടുന്ന ബാങ്കുകൾ ഇവരെ പറയുന്നതാണ് അമാൽഗമേറ്റഡ് ബാങ്ക്സ്. മേർജറിന് വിധേയമാകുന്ന ബാങ്കുകൾ, മേർജറിന് വിധേയമാകുന്ന ബാങ്കുകൾ, they are called as amalgamating banks. And ഏത് ബാങ്കിലേക്കാണോ നമ്മുടെ ബാങ്ക് മേർജ് ചെയ്യുന്നത്, ഇപ്പം സിൻഡിക്കേറ്റ് ബാങ്ക് ഈസ് മേർജ് വിത്ത് കാനറ ബാങ്ക്. സോ സിൻഡിക്കേറ്റ് ബാങ്ക് അമാൽഗമേറ്റിംഗ് ബാങ്ക് ആണ്. കാനറ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ ആങ്കർ ബാങ്ക്. ഏത് ബാങ്കിലേക്കാണോ മറ്റ് ബാങ്കുകൾ ലയിക്കുന്നത്, അങ്ങനെ the main bank to which the other banks is amalgamated, and the main bank is called as the anchor bank. From PNB ഒരു anchor bank ആണ്, SBI ഒരു anchor bank ആണ്. So I think we can conclude the discussion of history of banking. ഇതാണ് history of banking പറ്റി പറയാനുള്ളത്.